മറ്റൊരുത്തനെ ബോധിച്ചവനായി കണ്ട് ദൈവം അഭിഷേകം ചെയ്തു. ഒരുവനെ നീക്കാൻ ദൈവത്തിന് കഴിയും, ആ സ്ഥാനത്ത് മറ്റൊരുത്തനെ കൊണ്ടുവരുവാനും ദൈവത്തിന് കഴിയും. ആദ്യത്തേവനെ നീക്കിയിട്ട് രണ്ടാമത്തേവനെ കൊണ്ടുവരുമ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് പ്രവാചകനോട്: മുഖം നോക്കരുത്, പൊക്കം നോക്കരുത്, ശരീരയോഗ്യത നോക്കരുത്. ഞാൻ നോക്കുന്ന ഒരൊറ്റ കാര്യമാണ്, എനിക്ക് ബോധിച്ചൊരുത്തനെ. സ്തോത്രം. ഞാൻ ആ കാര്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് മറ്റൊരു വിഷയം സംസാരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എന്തുകൊണ്ട് ഇന്ന് ആ മെസ്സേജ് കേട്ടതിന് ശേഷം, പ്രസംഗിച്ചതിന് ശേഷം ഉച്ച കഴിഞ്ഞപ്പോൾ ലൈവിലുണ്ടായ ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററേ അത് ഒന്ന് പൂർണ്ണമായി കേട്ടാൽ കൊള്ളാം എന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ അതിൽ നിൽക്കില്ല. എങ്കിലും ആ പറഞ്ഞൊരു വ്യക്തിക്ക് വേണ്ടി, ഇതിനകത്തുകൂടി കേൾക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കൂടി അത് അനുഗ്രഹമാകുന്നെങ്കിൽ അത് അനുഗ്രഹമാകട്ടെ. അതുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട് അതുമാത്രം ഒന്ന് തൊട്ട് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു വരാം. ദൈവം ഒരുവനെ ബോധിച്ചവനായി കണ്ടു, അവനെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട് ദൈവം അവനെ ബോധിച്ചവനായി കണ്ടു? ഒന്ന് ഞാൻ പറഞ്ഞു, അവൻ എൻ്റെ ഹിതം ഒക്കെയും ചെയ്യും. അപ്പം ദൈവം ഒരാളെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് സംഘടനയുടെ ഇഷ്ടം ചെയ്യുന്നവനെയല്ല, തനിക്ക് എന്തെങ്കിലും കൊടുക്കുന്നവനെ ഇഷ്ടം ചെയ്യുന്നവനെയല്ല, മനുഷ്യനെ മുഖം നോക്കി അവനെ പ്രസാദിപ്പിക്കുന്നവൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെയല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ. ആമേൻ. അപ്പോൾ ദൈവം ഒരുവനെ ബോധിച്ചവനായി കാണുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, അവൻ എൻ്റെ ഹിതം നിവർത്തിക്കും എന്ന് ഞാൻ കണ്ടു. രണ്ട്, ആമേൻ, 13-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 36-ാമത്തെ വാക്യം. ഞാൻ പറഞ്ഞല്ലോ, ആ വ്യക്തി എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഞാനത് തൊട്ടിട്ട് വേഗത്തിൽ വരാം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 36-ാമത്തെ വാക്യം. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ഇതിനാ ദൈവം ബോധിച്ചവനായത്. ദൈവം അവനെ ബോധിച്ചവനായി തിരഞ്ഞെടുക്കാനുള്ള രണ്ടാമത്തെ കാര്യം, ഒന്ന്, ദൈവഹിതം ചെയ്യുന്നവനായിരുന്നു. രണ്ട്, ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവനായിരുന്നു. ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? എത്ര പണം മുന്നിൽ വന്നാലും, എത്ര വഴികൾ വെട്ടി മുന്നിൽ വന്നാലും, ആമേൻ, ദാവീദിന് ഒറ്റ വിഷയമേ ഉള്ളൂ, ദൈവത്തിന്റെ ആലോചന വിട്ട് നാം മാറുകയില്ല. സൂത്രം പറയാൻ പറ്റുമോ? ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും പരിശുദ്ധാത്മാവിൽ പറയാനുള്ളത്, ദൈവത്തിന് ബോധിച്ച ഒരു ശുശ്രൂഷ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് നിങ്ങൾ ശുശ്രൂഷ ചെയ്യണം. മനുഷ്യനെ പ്രസാദിപ്പിച്ചല്ല, ഒരു വ്യക്തിയുടെ ആമേൻ മുഖത്തുണ്ടാകുന്ന സന്തോഷത്തെ അവൻ കൂടുതൽ കൂടി സന്തോഷമാക്കി ആ മനുഷ്യൻ നിന്നും കയ്യടി മേടിക്കാനല്ല, ദൈവം എന്ത് ആലോചന പറയുന്നോ അതിനനുസരിച്ച് സൂക്ഷിപ്പാൻ ഇന്ന് രാത്രി ദൈവം കൃപ ചെയ്യട്ടെ. ആമേൻ. അങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ മുഖത്തിന് മാറ്റമുണ്ടാകും. പലരും കൈതരാതെയാകും, പലരും അവൻ നിനക്കെതിരെ കൈകൂട്ടാൻ ഉണ്ടാവത്തില്ല, പലരും സ്വീകരിക്കാൻ ഉണ്ടാവത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവനോട് പറഞ്ഞത്, ദൈവത്തിന് ബോധിച്ചവനാണോ മറ്റാരുടെയും ആലോചനയല്ല, ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് ജീവിക്കും. ആമേൻ, ആമേൻ. 3, ഞാൻ ആ വിഷയം വിടുകയാ. അടുത്തത് 1 രാജാക്കന്മാർ 14-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ, രാജത്വം ദാവീദ് ഗൃഹത്തിൽ നിന്ന് കിരിയെടുത്ത് നിനക്ക് തന്നു, എങ്കിലും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും എനിക്ക് പ്രസാദമുള്ളത് മാത്രം ചെയ്യുവാൻ പൂർണ്ണ മനസ്സോടുകൂടെ എന്നെ അനുസരിക്കുകയും ചെയ്ത എൻ്റെ ദാസനായ ദാവീദിനെ പോലെ. ദാവീദിന്റെ അവൻ 3-ാമത്തെ ക്വാളിറ്റി അവിടെ പറയാണ്, എനിക്ക് പ്രസാദമുള്ളത് മാത്രം ചെയ്തവൻ. ഒരു ആമേൻ പറ. ഒരിക്കൽ ആമേൻ കർത്താവിന്റെ ദാസനെ പൗലോസ് പറഞ്ഞു, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ എനിക്കൊരിക്കലും ഒരു ദൈവദാസനായിരിക്കാൻ കഴിയുകയില്ല.
ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത് ഇന്നത്തെ പല ശുശ്രൂഷകളുടെയും ആകത്തുക പഠിച്ചാൽ ആളുകളുടെ പല കാര്യങ്ങളും മനുഷ്യനെ പ്രസാദിപ്പിക്കാനാണ്. അവന് കയ്യടി വേണം, അടുത്ത ദിവസം എനിക്ക് സ്റ്റേജ് വേണം, അടുത്ത ദിവസങ്ങൾ എനിക്ക് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കണം എന്ന ദൈവം ഒരുവനെ ബോധിച്ചവനായി കണ്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ഏക വിഷയം മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. പോരാ, കരമടിച്ച് ശക്തിയോടൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ മനുഷ്യനെ പ്രസാദിപ്പിക്കരുത്, ദൈവത്തെ പ്രസാദിപ്പിക്കണം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. അടുത്തത് ഒരു കാര്യം കൂടി പറയാണ്. 1 രാജാക്കന്മാർ 15-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവിടെ പറയേണ്ട ദാവീദ് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. ഹിത്യനായ ഊരിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തൻ്റെ ആയുഷ്കാലത്തൊരിക്കലും വിട്ടുമാറിയില്ല. എന്ന് വെച്ചാലേ ഒരൊറ്റ വിഷയം ഒഴിച്ച് അവൻ ദൈവത്തിന്റെ ഹിതം വിട്ടു ഒന്നും മാറിയില്ലെന്ന്. ഒരൊറ്റ വിഷയത്തിലല്ലാതെ. ഇത് അവൻ ബിജുപാർസ് പറഞ്ഞതല്ല, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അത് മാത്രം ശ്രദ്ധിച്ച്, ഊരിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തൻ്റെ ആയുഷ്കാലത്തൊരിക്കലും അവൻ വിട്ടുമാറിയില്ല. ദൈവത്തിന് ബോധിച്ചവരായതുകൊണ്ട് ഇന്ന് രാത്രി ശ്രദ്ധിച്ചോ, ആമ എന്നെയോ നിങ്ങളെയോ കുറിച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു കാര്യം എഴുതിയാൽ പരിശുദ്ധാത്മാവിന് എഴുതാൻ ഒരുപാട് കാര്യമുണ്ടാകും. പക്ഷെ ദാവീദിനെ കുറിച്ച് പറയുക ഒരൊറ്റ വിഷയത്തിൽ മാത്രം, ഒരൊറ്റ വിഷയത്തിൽ മാത്രം. ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോൾ എന്നെ വല്ലാതെ ആ വചനം ആകർഷിച്ചു. പരിശുദ്ധാത്മ പറയാണ് ഒരൊറ്റ വിഷയത്തിൽ മാത്രം, ഒരൊറ്റ വിഷയത്തിൽ മാത്രം. എന്താണ്? താന് ആ വിഷയത്തിൽ ഒന്ന് വീണുപോയി. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു കരിനീഴലായി വന്നു വീണ ഒരേ ഒരു വിഷയം അതാണ്. എന്നാൽ സകല വിഷയത്തിലും താന് പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ദൈവം ബോധിച്ചവനായി ദൈവം തന്നെ കണ്ടത്. ഇനി ഇവിടെ സ്തോത്രം ഒന്ന് പറഞ്ഞേ. ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം അതിന് 4-5 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. വേഗം വായിച്ചോ. 1 ശമൂവേൽ 24:4-5. ദാവീദിന്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിന്റെ വസ്ത്രാകം മുറിച്ചതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസ്സാക്ഷി, ദാവീദ് ദൈവത്തിന് ബോധിച്ചതായതിന്റെ അടുത്ത വിഷയം എന്താണെന്നറിയാമോ? ഒരഭിഷിക്തന്റെ നേരെ അവൻ കൈപൊക്കത്തില്ലായിരുന്നു. ഒരു ദൈവ പൈതലിന്റെ നേരെ അവൻ നാമനക്കത്തില്ലായിരുന്നു. ഇന്ന് രാത്രി 5-ാമത്തെ രാത്രി വന്നിരുന്ന് അവൻ 5 അന്യഭാഷ പറഞ്ഞ് 2 കൈയടിച്ചാൽ നിങ്ങൾ യഹോവയ്ക്ക് ബോധിച്ചവനായി എന്ന് തോന്നിയെങ്കിൽ തെറ്റുപറ്റി. അങ്ങനെ ദൈവം ബോധിച്ചവനായി കാണുന്നവനല്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നക്കമിട്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ശത്രുവിനെ ആഴമായി സ്നേഹിക്കാൻ കഴിവുള്ളവനാ ദൈവത്തിന് ബോധിച്ചവൻ. തന്നോട് പകരം ഇങ്ങോട്ട് എന്ത് ചെയ്താലും അതിന് അവൻ പ്രതിപകരമായിട്ട് പകരം ചെയ്യാതെ സകലതും ദൈവത്തിന്റെ കരങ്ങളിൽ പരമേൽപ്പിച്ച് തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ ദൈവത്തിന് പരമേൽപ്പിക്കുന്ന അവൻ അങ്ങനെ ഒരു തെറ്റ് വന്നാൽ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന ഒരു ദൈവദാസൻ. ഈ 5-ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ഒറ്റ കാര്യം ഇതാണ്. ദൈവത്തിന് ബോധിച്ച പുരുഷനാകണമെങ്കിൽ ആർക്ക് കഴിയുമെന്നറിയാമോ? കണ്ണി കാണുന്നതിനെല്ലാം അവൻ വിരച്ചുണ്ടുന്നവനല്ല. അയ്യോ, ഞാൻ ഇന്നയാളല്ലേ, അതൊന്നും ഞാൻ വിട്ടുകളയത്തില്ല, എന്നെ ദൈവം അതിനു വേണ്ടി ഏൽപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞ് സകലത്തിന്റെ മേലെയും വിരച്ചൂണ്ടാൻ ദൈവം നിനക്ക് അവസരം തന്നിട്ടില്ല. സകലത്തിന്റെ മേലോ ന്യായവിധി നടത്താൻ ദൈവം നിനക്ക് അവസരം തന്നിട്ടില്ല. മൗനമായിരിക്കുന്നിടത്ത് മൗനമായി ഇന്ന് രാത്രി ദൈവം കൃപ ചെയ്യട്ടെ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ.
ആത്മീയ ലോകത്ത് പോലും ചിലര് ആമേൻ ഇതിനു വേണ്ടി അവൻ പിശാച് കച്ചകെട്ടി ഇറക്കിയിട്ടുണ്ടോ എന്നറിയാമോ? അവൻ നമ്മുടെയൊക്കെ ചിന്ത, അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും, അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ആര് പറയും, അത് ഞാൻ കാണിച്ചില്ലെങ്കിൽ. ദൈവമൈതലേ, നിന്നെ ദൈവം അതിനു വേണ്ടിയാക്കിയിട്ടില്ല. യഹോവയ്ക്ക് ബോധിച്ച ദൈവപുരുഷനായ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഒരു അഭിഷിക്തനായിരുന്നു. അവന്റെ മേൽ എന്റെ കൈവെക്കുകയില്ല, അവന്റെ നേരെ ഞാൻ വിരൽ ചൂണ്ടുകയില്ല. കാരണം അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യും. അഭിഷേകന്മാരെ, വെറുതെ ഒരുവൻ ദൈവത്തിന് ബോധിച്ചവനാകത്തില്ല. ഒരുവൻ ദൈവത്തിന് വെറുതെ അവൻ ദൈവത്തിന്റെ അഭിഷിക്തനാകത്തില്ല. ദൈവത്തിന്റെ അഭിഷിക്തനായി മാറാൻ ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. അതിൽ ഒന്ന്, ശത്രുവിനെ സ്നേഹിപ്പാനുള്ള ഒരു മനസ്സ് തനിക്കുണ്ടായിരുന്നു. അവൻ അഞ്ചാമത്തെ രാത്രി ഒന്ന് ഹൃദയത്തിൽ ഒന്ന് ശോധന ചെയ്യാൻ പരിശുദ്ധന് പറയുന്നു. ഞാന് അഭിഷിക്തനെ ഞെട്ടിപ്പോയൊരു കാര്യം പറയാം. ഒരിക്കല് അവൻ രോമം കത്തിരിക്കാൻ, ആടുകളുടെ രോമം കത്തിരിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ യോബാബ് വന്നിട്ട് പറയുന്ന ഒരു പദമുണ്ട്: രാജാവേ, യെരൂശലേമിലേക്ക് കടക്കരുത്. എന്ത്? താങ്കൾ അധികം സ്നേഹിച്ച് വിശ്വസിച്ച ഒരു അഹിത്തോഫെലില്ലേ, അഹിത്തോഫെല് തന്റെ മകനായ അബ്ശാലോമിനെ കൂട്ടുപിടിച്ച് കസേര തട്ടിയെടുത്തു. ആ കസേരയിൽ താങ്കളുടെ മകൻ ഇപ്പോൾ ഇരിക്കുന്നു. മാത്രമല്ല, ആ അബ്ശാലോം ഉണ്ടല്ലോ, താങ്കളുടെ കൊട്ടാരത്തിലെ സകല രാജസന്തതികളെയൊക്കെ ഒരു വലിയ പാർട്ടി നടക്കുമ്പോൾ അതിനകത്ത് വെട്ടി അവരെ കശാപ്പ് ചെയ്തു. ഒരുത്തൻ ഇനി ശേഷിക്കുന്നില്ല. രാജാവേ, അങ്ങയുടെ മകനായ അബ്ശാലോം താങ്കളുടെ കസേര തട്ടിയെടുത്തു. കരഞ്ഞുകൊണ്ട് പൂരി വാരി തഴലിട്ട് ഹെബ്രോൻ മല കയറി പോകുമ്പോൾ തന്റെ പിന്നാലെ വരുന്നു താൻ സ്നേഹിച്ച തന്റെ മകനായ അബ്ശാലോം. കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ളവൻ, മുടി നാഴെ തഴിച്ചിട്ടാൽ അത് നിലം വരെ കിടക്കുന്നവൻ, സൗന്ദര്യമുള്ളവൻ, കാണാൻ അഴകുള്ളവൻ, കഴിവുള്ളവൻ. അപ്പന്റെ കസേര തട്ടിയെടുത്ത് അഹിത്തോഫെൽ എന്ന അന്നത്തെ ദൈവത്തിന്റെ പ്രവാചകനായ അഹിത്തോഫെലെ കൂട്ടുപിടിച്ച് അബ്ശാലോം കസേര തട്ടിയെടുത്ത് ദാവീദിന് കൂട്ടർക്കുമെതിരെ യുദ്ധം ചെയ്യാൻ മലകേറി ചെല്ലുമ്പോൾ ദാവീദിനോട് യോബ് പറയുന്നുണ്ട്: രാജാവേ, അങ്ങ് യുദ്ധത്തിന് വരരുത്. അങ്ങ് ഇസ്രായേലിന്റെ ദീപമാണ്. ആ ദീപം കെട്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കയില്ല. ഈ കാര്യം ഞങ്ങൾ ഏറ്റു. യുദ്ധത്തിന് വേണ്ടി ഹെബ്രോൻ മലയിൽ ഇറങ്ങുന്ന തന്റെ സഹപാഠികളെ വിളിച്ചടുത്ത് നിർത്തിയിട്ട് പറയുന്നു: ദേ, ഒന്ന് ശ്രദ്ധിച്ചേ, യുദ്ധം ചെയ്തോ, പക്ഷേ എന്റെ മകനായ അബ്ശാലോമിന് ഒരു കേടും വരാതെ സൂക്ഷിക്കണം. ഒരു സ്വതന്ത്രം പറ. അപ്പന്റെ കസേര തട്ടിയെടുത്ത് ആ കസേരയിൽ രാജഭരണം ചെയ്യുന്ന അബ്ശാലോമിനെ, അവൻ അപ്പന്റെ പുറകെ യുദ്ധത്തിന് കച്ചകെട്ടി ഇറങ്ങിയവരെ യുദ്ധം ചെയ്യാൻ അവൻ യോബാബും കൂട്ടരും ഇറങ്ങിത്തിരിക്കുമ്പോൾ ദാവീദ് പറയുകയാണ്: ശ്രദ്ധിക്കണം കേട്ടോ, എന്റെ മകൻ ഒരു കേടുവരാതെ നോക്കണം. എനിക്കതിനെ ശത്രു അവൻ എഴുന്നേറ്റത് ഒരു ശത്രുവായിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നു. എന്റെ അപ്പം തിന്നവനും എന്റെ പ്രാണ സ്നേഹിതനും എനിക്കെതിരെ കുതികാൽ ഉയർത്തി. കുടുംബത്തിനകത്തുനിന്ന് ഒരുത്തൻ കുതികാൽ ഉയർത്തി, ഒരുത്തൻ രാജഭരണം തട്ടിയെടുത്ത്. പക്ഷെ ദാവീദിന്റെ ആ നിലവിളി കേട്ട്, ആ വാക്ക് കേട്ട് ഞാൻ വല്ലാതെ അൻപരിച്ചു പോയി. അവർ വിളിച്ചു പറയാ: മക്കളെ ശ്രദ്ധിക്കണേ, യുദ്ധം ചെയ്യുമ്പോൾ, യുദ്ധത്തിൽ വെട്ടുമ്പോൾ എന്റെ മകനായ അബ്ശാലോമിന് ഒരു കേടും വരരുത്. വാക്ക് കൊടുത്തു. വാക്ക് പറ, ചെയ്യരുത്. യുദ്ധം ശക്തമായി. യുദ്ധം ശക്തമായപ്പോൾ പടയിൽ പരാജയപ്പെട്ടു എന്ന് കണ്ട അബ്ശാലോം കുതിരപ്പുറത്ത് തിരിഞ്ഞോടി. വനാന്തരത്തിന് നടുക്കൂടി ഓടിപ്പോകുന്ന അബ്ശാലോം മുടി നീണ്ട് കാറ്റിൽ മുടി ഉടക്കി. അവൻ ആകാശത്ത് കിടന്ന് തൂങ്ങിക്കിടന്നാടുമ്പോൾ
കുതിര അവനെ വിട്ട് മുന്നോട്ട് പോയി. യോബാബും കൂട്ടനും വരുമ്പോൾ കാണുന്ന കാഴ്ച എന്നറിയാമോ? ദാവീദിനും കൂട്ടർക്കുമെതിരെ വാളെടുത്ത് കസേര തട്ടിയെടുത്തവൻ ഇത് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ കിടക്കുന്നു. ആമേൻ. അവിടെ ആ മുടിയറുത്ത് കരുവേലകത്തിന് വെട്ടി താഴെയിട്ടു. വിശുദ്ധ ബൈബിൾ പറയുന്നു, 10 ചെറുപ്പക്കാർ കൂടി പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിക്കൊന്നു. 10 ചെറുപ്പക്കാർ കൂടി അബ്ശാലോമിനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിക്കൊന്നു. പുറകെ വന്നവർ അവനെ വെട്ടി, അവനെ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു. ഒരുത്തൻ യുദ്ധം കഴിഞ്ഞു ഓടി ദാവീദിന്റെ കൂടാരത്തിലേക്ക് വരുമ്പോൾ വരുന്നവനെ കണ്ട് എതിരേറ്റ് ദാവീദ് ചോദിക്കുന്നു, ശുഭമോ? അവന് മറുപടി പറയാനില്ല. അടുത്തവൻ വരുന്നു, ശുഭമോ? ഉടനെ പറയുന്നു, രാജാവേ, വൻ വിജയം. എന്താ വിജയം? അബ്ശാലോമും കൂട്ടരും ഞങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ടു. ഉടനെ ദാവീദിന്റെ ചോദ്യം, നിർത്തട, ബാക്കിയൊന്നും പറയണ്ട, എനിക്കറിയേണ്ടത് അബ്ശാലോം സുഖമായിരിക്കുന്നോ? അബ്ശാലോമിനെ കുറിച്ച് പറ. അവർ പറഞ്ഞു, യജമാനനെ, അങ്ങയുടെ മകൻ അബ്ശാലോം പട്ടുപോയി. ഈ വാക്ക് കേട്ട് വസ്ത്രം വലിച്ചു കീറി ഒരു നിലവിളിയുണ്ട്. ദാവീദ്, എന്റെ മകനെ അബ്ശാലോമേ എന്ന് പറഞ്ഞ് കരയുന്ന ആ ദാവീദിനെ നോക്ക്, ഇവനാ ദൈവത്തിന് ബോധിച്ചവൻ. ആമേൻ. അവസരം കിട്ടി. ശത്രുവിന്റെ മരണം കൺമുമ്പിൽ കണ്ടപ്പോൾ അത് കണ്ട് കൈയടിച്ചവനല്ല ദൈവത്തിന് ബോധിച്ചവൻ. അത് കണ്ട് ആഹ്ലാദിച്ചവനല്ല ദൈവത്തിന് ബോധിച്ചവൻ. അത് കണ്ട് വാവിട്ട് കരഞ്ഞവന് ദൈവത്തിന് ബോധിച്ചവൻ. കരമുയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് ആമേൻ. ഞാൻ ആ ഭാഗം ഒന്ന് വിട്ട് അടുത്ത വിഷയത്തിലേക്ക് ഞാനൊന്ന് കയറി വരികയാണ്. ഇന്ന് ആരാണ് ദൈവത്തിന് ബോധിച്ചവൻ? ആമേൻ. ദൈവത്തിന് ബോധിച്ചവൻ ശത്രുവിന്റെ അധംപതനം കണ്ട് കൈകാലിട്ടടിക്കുന്നവനല്ല, അതിന്റെ മുമ്പിൽ വാവിട്ട് കരയുന്നവന് ദൈവത്തിന് ബോധിച്ചവനായവൻ. കരമുയർത്തി ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? ആമേൻ. ഞാൻ ആ ഭാഗം വിടുന്നു. ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്കായി ഞാൻ മറ്റൊരു വാക്യം വായിച്ച് ചില കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വേദവാക്യം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 23-ാമത്തെ വേദവാക്യം ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അവൻ ഞാന് ഈ വാക്യത്തിനകത്തുനിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ഒന്ന് ധ്യാനിക്കുക. ദൈവമക്കളെ, ലൂക്കോസിന്റെ സുവിശേഷം 24 ഈ 49-ാമത്തെ വാക്യം, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. വാഴ്ത്തപ്പെട്ടവനായ മെസ്സിഹ തമ്പുരാന്റെ ശുശ്രൂഷയുടെ അവസാനത്തെ ഭാഗം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 13-ാം അധ്യായം പെസഹ പെരുന്നാള്, 14-ാം അധ്യായം യേശുവിന്റെ പ്രസംഗം, 15-ാം അധ്യായം യെരുശലേം പള്ളിയുടെ വാതിക്കലേക്കുള്ള യാത്ര, ആമേൻ, ശിഷ്യന്മാരോടുള്ള വിടവാങ്ങൽ സന്ദേശം, ഇതെല്ലാം കഴിഞ്ഞ് ശിഷ്യന്മാരെ ബലപ്പെടുത്തി അവരോട് ഒടുവിൽ യേശു പറയാണ്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഈ ഭൂമി മുഴുവൻ ഞാൻ ഏൽപ്പിച്ച ശുശ്രൂഷ നിങ്ങൾ ചെയ്യേണ്ടതിന്, എന്റെ സാക്ഷിയാകേണ്ടതിന് നിങ്ങൾ ചുമ്മാ പോവല്ലേ. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകരുത്. കരമുയർത്തി നല്ലൊരാമേൻ പറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തിനായി കാത്തിരിക്കാൻ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, ആ 120 പേർ കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധ റൂഹ ഇറങ്ങി വരുന്നു. അവരുടെ മേൽ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പകർന്നു. അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഒരാമേൻ പറയാൻ പറ്റുമോ? ആമേൻ പറഞ്ഞോ ശക്തിയോടെ.
അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, മൂന്നാമധ്യായം ആമേൻ, 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അഭിഷേകത്താൽ നിറഞ്ഞ ഇവരിൽ 2 പേർ, പത്രോസ് യോഹന്നാനും, പതിവ് പോലെ പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലുന്നു. പോകുന്ന വഴി പള്ളിയുടെ തെരുവിൽ, പള്ളിയുടെ വാതിക്കൽ ജന്മനാ മുടന്തനായ ഒരുവൻ അവിടെ ഇരിക്കുന്നുണ്ട്. വല്ലതും കിട്ടുമോ എന്ന് കരുതി അവൻ അവരെ സൂക്ഷിച്ചു നോക്കി. അവനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, അവൻ ചാടി എഴുന്നേറ്റ്, തുള്ളിയും ചാടിയും അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവാലയത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഇവൻ സൗഖ്യമായത് അവിടെയുള്ള ന്യായശാസ്ത്രിമാർ കണ്ടു, പരീശന്മാർ കണ്ടു. ആമേൻ. അവിടെയുള്ള എല്ലാ ആളുകളും അവരുടെ വട്ടം കൂടി. എന്നിട്ട് അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങി, തർജ്ജനം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എന്താ ഇത് ചെയ്തത്? നിങ്ങൾ ഇവിടെ ചെയ്തത് ശരിയായില്ല. ജന്മന മുടന്തനായ ഒരുവനെ സൗഖ്യമാക്കിയത് അവർ കൊട്ടും പിടിച്ചില്ല. അവരെന്നാ ചെയ്തു? അവരെ കൊണ്ടുപോയി ആമൻ തർജ്ജനം ചെയ്ത് അവരെ അടിച്ച് ആമൻ അവരോട് പറഞ്ഞ്, നിങ്ങൾ ഇനി അശേഷം യേശുവിന്റെ നാമത്തിൽ ഒരക്ഷരം മിണ്ടിയേക്കരുത്. ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാൻ പറ്റുമോ? ആ ഭാഗം ഒന്ന് വായിച്ചാൽ നമുക്ക് നല്ലതാണ്. അവൻ ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചേ. 3-ാമത്തെ അധ്യായം അതിന് 1-ാമത്തെ വേദവാക്യം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത്, ദൈവമക്കളെ, ഈ വാക്യം ഒരിക്കൽ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുക. ആമൻ. പ്രാർത്ഥനാ സമയത്ത് ആമൻ പ്രാർത്ഥിക്കാൻ ദൈവദാസന്മാർക്ക് ഒരു സമയമുണ്ടായിരുന്നു, അതിനുവേണ്ട അവസരമുണ്ടായിരുന്നു. അല്ലേ? ഞാൻ രാവിലെയും നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, അനാവശ്യമായി എല്ലാ ഇടപാടുകളും മാറ്റിവെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അല്ലേ? അപ്പോസ്തലന്മാർക്ക് പ്രാർത്ഥിക്കാൻ എന്തുണ്ടായിരുന്നു? ഒരു പതിവുണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ലൂക്കോസ് 4:16 അവിടെ ഇങ്ങനെ പറയുകയാണ്, അവൻ വളർന്ന നസ്രത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ എന്ത് ചെയ്ത്? എല്ലാവരും പറഞ്ഞ തന്റെ. ആമേൻ. നമുക്കെല്ലാം ഒരുപാട് പതിവുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് ഒരു നല്ല പതിവുണ്ട്? ഒരു ഹല്ലേലൂയ പറ. പ്രാർത്ഥിക്കാൻ ഒരു പതിവുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ കോട്ടയത്തെ ഒരു വലിയ മീറ്റിംഗ് നടക്കുകയായിരുന്നു. പക്ഷേ യോങ്കിച്ചയുടെ ചർച്ചിന്റെ ഇപ്പോൾ ആയിരിക്കുന്ന ലീഡർഷിപ്പിൽ നിൽക്കുന്ന ലീ എന്ന് പറയുന്ന ദൈവദാസൻ ആ കോട്ടയത്ത് വന്നു. ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരു ഭാഗ്യമുണ്ടായി. ആ ദൈവമനുഷ്യൻ 7 ലക്ഷം പേരുടെ ഒരു ചർച്ചിന്റെ പാസ് സ്റ്റേജിൽ വന്ന് 1-ാമത്തെ ദിവസം ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കും, 20 അധ്യായം വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ വായിക്കും. അപ്പൊ പുള്ളി ചോദിച്ചു, നിങ്ങൾ എന്താ നോക്കിയിരിക്കുന്നത്? എല്ലാ ദിവസവും ഞാൻ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കും, 20 അധ്യായം വായിക്കും. വെളുപ്പിന് ഞങ്ങൾ എല്ലാവരും വണ്ടിയെടുത്ത് വാഹനമെടുത്ത് ഞങ്ങളുടെ ആലയത്തിൽ വരും. ആലയത്തിൽ വന്ന് വെളുപ്പിന് 5 മണിക്ക് ഞങ്ങളുടെ ആലയത്തിൽ വന്ന് മുട്ടുമടക്കി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്നിട്ട് പുള്ളി പറഞ്ഞു, അവൻ 3 മണിക്ക് എഴുന്നേറ്റ് 20 അധ്യായം വായിച്ച് വാഹനമെടുത്ത് ആലയത്തിൽ ഞങ്ങളുടെ ചർച്ചിൽ എല്ലാവരും വന്ന് 5 മണിക്ക് വെളുപ്പിന് ആലയത്തിൽ മുട്ടുമടക്കും. 7 ലക്ഷം പേര് അവിടെ വിടുവിക്കപ്പെട്ടു. ദൈവമക്കളെ, നമ്മുടെ സംസാരം കുറച്ച് പ്രാർത്ഥന കൂട്ടാം, നമ്മുടെ അഭിപ്രായങ്ങൾ കുറച്ചിട്ട് പ്രാർത്ഥന കൂട്ടാം. ഞാൻ ഈ 5-ാമത്തെ ദിവസം നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചൊരു കാര്യം പറയുക. കുറെ ആയില്ലേ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്, കുറെ ആയില്ലേ ഇതുപോലെ മീറ്റിങ്ങുകൾ വെക്കുന്നത്. ഇനി കുറച്ച് മീറ്റിങ്ങുകൾ കുറച്ചിട്ട് പ്രാർത്ഥന കൂട്ടാം. ഹല്ലേലൂയ എന്ന് പറ. ഹല്ലേലൂയ.
പ്രാർത്ഥന കൂട്ട്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു പതിവുണ്ടാകട്ടെ. ആമേൻ. യഹൂദന്മാരുടെ കുടുംബത്തിനകത്ത് ആമേൻ ആന്റി യഹൂദൻ ഒരു കുഞ്ഞ് ജനിച്ചാൽ, അവൻ ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ, അവൻ ജനിച്ച ദിവസം അവന്റെ വീടിന്റെ വാതിക്കൽ അവർ ഒരത്തി വൃക്ഷം നടും. ഒരത്തിവൃക്ഷം നടും. അവൻ ജനിക്കുന്ന ആ ദിവസം തന്നെ അവന്റെ വീടിന്റെ വാതിക്കൽ, ആ വീട്ടിലെ ആ കുട്ടിയുടെ പിതാവ് ഒരത്തിവൃക്ഷം നടും. എന്നിട്ട് എല്ലാ ദിവസവും ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന് രാവിലെയും വൈകിട്ടും അത്തിയുടെ കീഴെ വരും. എന്നിട്ട് യഹൂദന്റെ പ്രാർത്ഥന, യഹൂദൻ അവിടെ ഇരുന്ന് ചൊല്ലും. ദൈവമേ, അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും നന്ദി. ഇസ്രായേലിനെ വിടുവിച്ച ദൈവത്തിന് നന്ദി. ചെങ്കട പുലർത്തിയ ദൈവത്തിന് നന്ദി. മരുഭൂമി മണ്ണ കൊടുത്ത ദൈവത്തിന് നന്ദി. അത്ഭുതം ചെയ്ത ദൈവത്തിന് നന്ദി. ഓരോ ദിവസവും ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഇരുത്തി രാവിലെയും വൈകിട്ടോ അത്തിയുടെ താഴെ പോയി ഈ കുഞ്ഞു പിതാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവൻ വളരുന്നതനുസരിച്ച് അത്തിയും വളരാൻ തുടങ്ങും. അത്തി വളരുക മാത്രമല്ല, അത്തി വളരുന്നതോടൊപ്പം യഹൂദന്റെ പ്രാർത്ഥനയും വളരാൻ തുടങ്ങും. ഒരു സ്വത്രം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കറിയണോ, അവൻ 5 വയസ്സാകുമ്പോൾ 5 വയസ്സുവരെ അത്തിയും വളരും. അവന് 10 വയസ്സാകുമ്പോൾ 10 വയസ്സുവരെ അത്തിയും വളരും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്നാന്നറിയാമോ? ആ കുഞ്ഞിന്റെ പ്രാർത്ഥന 10 വർഷം അത്തി വളർന്നതുപോലെ വളർന്നുകൊണ്ടിരുന്നു. അവന്റെ രക്ഷകനെ കാത്തിരിക്കുന്നത് അത്തിയുടെ കീഴിലാണ്. അവന്റെ ആവശ്യം വന്നാൽ അവൻ ഓടി ചെല്ലുന്നത് അത്തിയുടെ കീഴിലാണ്. ഇതാ ഒരിക്കൽ നസറത്തുകാരനായ വാഴ്ത്തപ്പെട്ടവനായ മശിഹ വന്നു എന്ന് ഒരുത്തൻ വന്ന് പറയുമ്പോൾ അവൻ നാഥനോട് പറയുന്ന, നാഥനിയേലേ, മശിഹ വന്നിരിക്കുന്നു. ഓടിച്ചെന്ന് നാഥനെ നോക്കിയിട്ട് യേശു തമ്പുരാൻ പറഞ്ഞു, നീ സാക്ഷാൽ ഇസ്രായേലിയെ, നിന്നിൽ കപടമില്ല. കർത്താവേ, നീ എന്നെ എപ്പോൾ കണ്ടു? അപ്പോൾ പറയുന്നു, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. പ്രിയ പിതാവേ, മാതാവേ, സഹോദര, കുഞ്ഞെ, യവനക്കാര, പരിശുദ്ധാത്മാവ്, ഞാൻ പറയുന്നു, എനിക്ക് കൈയടി വേണ്ട. നിങ്ങൾ ഒരൊറ്റ സ്തോത്രം പോലും ഇന്ന് രാത്രി പറഞ്ഞില്ലേലോ? ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാ, പ്രാർത്ഥിക്കാത്തവനെ ദൈവത്തിന് വേണ്ട. പ്രാർത്ഥന ഉഴപ്പുന്നവന് ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ട. ഈ രാത്രിയിലെ പ്രസംഗം കഴിയുമ്പോൾ നിങ്ങളുടെ മേൽ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം വീഴട്ടെ. ഉടൽ കടകൾ കരകതലാനക. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഇതിലിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഞാനൊരു ദൂത പറയാ, പ്രാർത്ഥിക്കുന്നവനെ കണ്ടാൽ ഇന്ന് രാത്രി ഭൂതങ്ങൾ വിട്ടുപോകോ. പ്രാർത്ഥിക്കുന്നവനെ കണ്ടാൽ അന്തരീക്ഷം മാറ്റിമറിയോ. പ്രാർത്ഥിക്കുന്നവൻ ഒരു ഭവനത്തിൽ കാല് വെച്ചാൽ അവിടെ അന്തരീക്ഷം മാറോ. പ്രാർത്ഥിക്കുന്നവൻ ഒരു പാട്ടുപാടാൻ എഴുന്നേറ്റാൽ അവിടെ അന്തരീക്ഷം മാറോ. ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു വര സമയങ്ങൾ മാറ്റിവെച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എനിക്ക് ഏറ്റവും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നതുമായ ഒരേ ഒരു വിഷയം എന്നാണെന്നറിയാമോ? എൻ്റെ പ്രാർത്ഥന ദൈവം കൂട്ടിത്തരണമേ എന്നാണ്. എനിക്ക് ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ, എൻ്റെ ചർച്ചിലെ കുഞ്ഞുങ്ങൾ, ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. എൻ്റെ വൈഫിൻ്റെ പേര് സിന്ധു എന്നാണ്. കർത്താവിൻ്റെ ദാസൻ അറിയാം. ആമേൻ. നിങ്ങൾക്കറിയണോ, പണ്ടൊരിക്കൽ വന്നപ്പോൾ ഞാനിവിടെ പറഞ്ഞു, പ്രസംഗിക്കാൻ വേദിയിൽ കയറുന്നതിന് 2 മിനിറ്റ് മുമ്പ് എൻ്റെ വൈഫിനെ ഞാൻ കോൾ ചെയ്തിട്ട് പ്രസംഗിക്കാൻ കയറും. എന്തിനാണെന്നറിയോ? ഞാൻ പ്രസംഗ പീഠത്തിൽ കയറുമ്പോൾ അവൾ പ്രാർത്ഥന മുറുകി കയറും. വിവാഹം കഴിഞ്ഞിട്ട് 28ാമത്തെ വർഷമാകുന്നു. 28 വർഷം അത് മുടങ്ങിയിട്ടില്ല. 28 വർഷം അത് നിലച്ചിട്ടില്ല. അവൻ മെസ്സേജ് കഴിഞ്ഞ് കസേര വന്നിരിക്കുമ്പോൾ ഒരു മിസ് കോൾ ചെയ്യോ. അപ്പോൾ പ്രാർത്ഥന മുറിയിൽ ഇറങ്ങോ. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി കുടുംബത്തിനകത്തുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെയോ പരിഹരിക്കാൻ കഴിയോ, ഏത് വെല്ലുവിളികളെയും ഇന്ന് രാത്രി പരിഹരിക്കാൻ കഴിയോ. പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ.
ആമേൻ. എനിക്ക് എൻ്റെ വോക്കൽ കോഡ് പ്രശ്നമുണ്ട്, എനിക്ക് എൻ്റെ ശബ്ദത്തിന് വിഷയമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ UK-ലായിരിക്കുമ്പോൾ 28 ദിവസം ഞാൻ UK-ലുണ്ടായിരുന്നു. 28 ദിവസം, നിങ്ങൾ കേൾക്കണോ, 28 ദിവസം രാവിലെയും വൈകിട്ടും ഞാൻ പ്രസംഗിച്ചു. രാവിലെയും വൈകിട്ടോ ആമേൻ. ശ്വാസം കഴിക്കാൻ ഇടമില്ല, ആഹാരം കഴിക്കാൻ ഇടമില്ല. ഞാൻ മീറ്റിങ്ങിന് പോയി തിരിച്ചു വന്നപ്പോൾ എനിക്ക് 4 കിലോ വെയിറ്റ് കുറഞ്ഞു. ആമേൻ. എൻ്റെ ശബ്ദം ഒട്ടുമില്ല. ആമേൻ. പക്ഷേ 28 ദിവസവും രാവിലെയും വൈകിട്ടും പ്രസംഗിച്ചിട്ട് എൻ്റെ ശബ്ദം നിലച്ചില്ല. എന്റെ കാര്യമെന്നറിയാമോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വട്ടം ദൈവമക്കൾ ഫോട്ടോ വച്ചിയിലുണ്ട്. എൻ്റെ ദൈവമക്കളുണ്ട്, എൻ്റെ ചർച്ചിലെ കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര തയ്യാറുണ്ട്? നിങ്ങളുടെ ദൈവദാസന് വേണ്ടി കരം കോർക്കാൻ ഇന്ന് രാത്രി എത്ര തയ്യാറുണ്ട്? ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ സ്തോത്രം. വാസ്തവത്തിൽ ഇങ്ങോട്ട് വൈകിട്ട് മീറ്റിങ്ങിന് വരുമ്പോൾ ഞാൻ ജെറിബാരോട് ചോദിച്ചു, ഞായറാഴ്ച എത്ര സർവീസ് ഉണ്ട്? ഇത്ര സർവീസ് ഉണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ദൈവദാസൻ എത്ര മീറ്റിംഗ് പ്രസംഗിക്കും? ആമേൻ. ഞാൻ കള്ളം പറയല്ല, സത്യസന്ധമായി പറയാം. അവൻ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ മനുഷ്യന് ക്ഷീണമില്ലേ? ഈ മനുഷ്യന് ശബ്ദമടയുന്നില്ലേ? ഞങ്ങളൊക്കെ 2 പ്രസംഗം പ്രസംഗിച്ച് 3 പാട്ടും പാടിയാൽ ഞങ്ങളുടെ ശബ്ദമടയും. പിന്നെ 2 കപ്പ് ചൂടുവെള്ളം കുടിച്ചാലേ 3ാമത് പ്രസംഗിക്കാൻ പറ്റൂ. ഈ പുള്ളി ഇങ്ങനെ ഇന്ന് പ്രസംഗിക്കുക, വാതോരാതെ എന്ന് പ്രസംഗിക്കുക. എത്ര പ്രസംഗിച്ചാലും ശബ്ദമടയത്തില്ല. ഞാൻ അറിയാതെ ചോദിച്ചു, ഇതിന്റെ പിന്നിൽ എന്നാ രഹസ്യ? മറ്റൊന്നുമല്ലെന്നേ, പ്രാർത്ഥിക്കുന്നവൻ തളരുകയില്ല, പ്രാർത്ഥിക്കുന്നവൻ കുഴയത്തില്ല. ഈ രാത്രി എത്ര പേരുണ്ട് പ്രാർത്ഥിച്ചു മുന്നേറാൻ? ഓ, ദൈവത്തെ കരമടിച്ച് ഒന്ന് രാത്രി ആരാധിച്ച് ആരുടക്കിയോ? ഈ രാത്രി ആത്മ പറയുന്നു, പ്രാർത്ഥിക്കുന്നവന്റെ ചരിത്രം ഇന്ന് രാത്രി ദൈവം മാറ്റുകയോ? ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു പതിവുണ്ടാകട്ടെ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ കൊടുത്ത് മുഖത്ത് നോക്കി പറ, പ്രാർത്ഥനയ്ക്കൊരു പതിവുണ്ടാകണം, പ്രാർത്ഥനയ്ക്കൊരു പതിവുണ്ടാകണം. ഭാഷയല്ല, വെറും അഭിനയമല്ല, പ്രാർത്ഥനയ്ക്ക് ഒരു പതിവുണ്ടാകണം. പ്ലീസ്, ദയവ് ചെയ്ത് പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ നിങ്ങൾ മൊബൈലും കൊണ്ട് കയറരുത്. പണ്ടൊക്കെ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ പ്രാർത്ഥന മുറിയിൽ മുട്ടുമടക്കുമ്പോൾ ഏറ്റവും മുൻപിൽ ബൈബിളാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇന്ന് ബൈബിളിന് പകരം മുട്ടുമടക്കുമ്പോൾ മുൻപിൽ വെക്കുന്നത് മൊബൈൽ ഫോണാണ്. പ്ലീസ്, ഒരിക്കലും ചെയ്യല്ലേ. അതെടുത്ത് പുറത്തുകളാ. അതുകൊണ്ട് പുറത്ത് വെക്ക്, അത് വേസ്റ്റ് കോട്ടയ്ക്കകത്ത് കൊണ്ടിട്. എന്നിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ ദൈവം അത്ഭുതം ചെയ്യും. എനിക്കറിയാം ഈ രാത്രി ഇതിനകത്ത് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ മേൽ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം ഇന്ന് രാത്രി ഇറങ്ങി വരികയാ. എത്ര പേർക്ക് വാഞ്ചയുണ്ട്, എത്ര പേർക്ക് കൊതിയുണ്ട്? എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അവൻ അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചതുപോലെ, മണിക്കൂറുകൾ പ്രാർത്ഥിച്ചതുപോലെ, ദിവസങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ഈ രാത്രി എന്റെ മേൽ പ്രാർത്ഥിപ്പാൻ ഒരഭിഷേകം. മാതാപിതാക്കളെ, അമ്മമാരെ, പ്രാർത്ഥിക്കാൻ തയ്യാറാകെ. ആമേൻ. നിങ്ങളെ ആരെയും കുറ്റം വിധിക്കുകയല്ല. പ്ലീസ് ക്ഷമിക്കണമേ. ഒരു കാര്യം പറയുക, ഞാൻ ആരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ പറയത്തില്ല. പ്രാർത്ഥന സപ്പ് കൊടുക്കരുത്, പ്രാർത്ഥന കോണ്ടാക്ട് കൊടുക്കരുത്. അയ്യോ, ആരെ കണ്ടാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് വേണ്ടി നിർത്ത്, നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഓ, സ്തോത്രം. ആമേൻ. ഞാൻ ചോദിച്ചോട്ടെ, ആമേൻ. ഞങ്ങൾ ഈ മീറ്റിങ്ങിന് പോകുമ്പോൾ 100 കണക്കിന് ആളുകൾ ഞങ്ങളെ വിളിക്കും, പക്ഷേ പ്രാർത്ഥിക്കണേ. ഓക്കെ, പ്രാർത്ഥിക്കാം. ആര് പ്രാർത്ഥിക്കും? ചുമ്മാ കള്ളത്തരം. ആര് എൻ്റെ ചർച്ചിലെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. ഇനി രാവിലെ പ്രസംഗം, വൈകിട്ട് പ്രസംഗം. ഇന്ന് ഇവിടുത്തെ പ്രസംഗം കഴിഞ്ഞു. നാളെ രാവിലെ വൈറ്റിലയിൽ പെട്രോൾ ചർച്ചില, രാവിലെ വൈകിട്ടും. എനിക്കിത് കഴിഞ്ഞ് രാത്രി വീട്ടിൽ ഓടിച്ചെന്നാൽ വെളുപ്പിന് 2 മണി 3 മണിക്കാണ് വീട്ടിൽ ചെല്ലുന്നേ. അല്പസമയം കിടന്നുറങ്ങി വീണ്ടും പ്രാർത്ഥിച്ച് മെസ്സേജ് തയ്യാറാക്കി നാളെ 11 മണിക്ക് പിന്നെയും പ്രസംഗം ഇവിടെ എത്തിക്കരണം. ഇതിനകത്ത് നിങ്ങളുടെ പേര് ഓർക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റുമോ? പിന്നെ കിട്ടുന്ന സമയം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അങ്ങയുടെ അഭിഷേകം തരണേ, അങ്ങയുടെ കൃപ തരണേ, അങ്ങയുടെ സാന്നിധ്യം തരണേ. അവൻ ഞങ്ങൾക്ക് വിശാലമായ ഒരു മുറി കിട്ടി. അവൻ വിശ്രമിക്കാൻ ആ മുറി ചെന്നു. എൻ്റെ കൂടെ അങ്കളുണ്ട്.
അല്പസമയം വേഗത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ല കിടക്കാൻ വേണ്ടി ചെന്ന് വിശ്രമിക്കാൻ വേണ്ടി ചെന്ന് കിടന്നു. ഒരു അല്പസമയം കിടന്നപ്പോൾ എനിക്ക് കിടക്കാൻ ഒക്കുന്നില്ല. എൻ്റെ അകത്ത് ആര് പറയുന്നു വൈകിട്ട് പ്രസംഗിക്കണം, വൈകിട്ട് ദൈവകൃപ നിൽക്കണം, പ്രാർത്ഥിക്ക്. ഒരു അരമണിക്കൂർ അല്ലേ, അരമണിക്കൂർ കിടന്ന് അങ്കളുടെ കൂടെ ഉണ്ട്. അരമണിക്കൂർ കിടന്ന് ചാടി എഴുന്നേറ്റ് ആ ബെഡിലിരുന്ന് തമ്പുരാനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ ലോകത്തിന് ജ്ഞാനമില്ലപ്പാ, ഈ ലോകത്തിന് കഴിവില്ലപ്പാ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വചനം തരണേ, അഭിഷേകം തരണേ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയ സഹോദരിമാരെ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. ഈ സഭയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. ഒരത്ഭുതം ദൈവം ചെയ്യാം. ക്ഷമിക്കുക, ആവർത്തന വിരസതയുണ്ടെങ്കിൽ, കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമിക്കണം. എൻ്റെ ഭാര്യ മാതാവ് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന് വേണ്ടി വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഒരു ദൈവിക വെളിപ്പാട് ദൈവം കൊടുത്തു. ആമേൻ. ഇടുക്കിയിൽ പോയി കർത്താവിന് വേല ചെയ്യണം. 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഇടുക്കിയിൽ കർത്താവിന് വേലക്ക് പോയി. ഇട്ടു പോയ പഴയ പാരകണ്ട ചെരുപ്പല്ലാതെ ഇടം വേറൊന്നുമില്ല. വിശ്വാസത്താൽ വണ്ടിപ്പെരിയാർ സുവിശേഷ വേലക്ക് പോയ ഇവർക്ക് താമസിക്കാൻ കിട്ടിയത് ഒരു ചായക്കടയുടെ പെട്ടിക്കടയുടെ ചാർത്താണ്. അതിനകത്ത് അപ്പച്ചനും അമ്മച്ചിയും 2 മക്കളും അതിനകത്ത് കിടന്ന തേയില തോട്ടത്തിൽ. അവൻ രാവിലെ എഴുന്നേറ്റ് അപ്പനും അമ്മച്ചിയും 2 പെൺമക്കളും കൂടി ഇറങ്ങിപ്പോയി പരസ്യയോഗം നടത്തി. അമ്മച്ചിയെ ക്യാൻസർ സൗഖ്യമാക്കി. ആ സാക്ഷ്യം പറയും. ആമേൻ. ഈ 2 കുഞ്ഞുങ്ങൾ, മൂത്ത മോള് 9-ൽ, രണ്ടാമത്തവൾ 7-ൽ. അവൻ 2 കുഞ്ഞുങ്ങൾ വഴിയോരത്ത് നിന്ന് കൈയടിച്ചു പാട്ടുപാടി രക്ഷയാണ് ദൈവത്തിന്റെ ദാനമെന്ന് പാടും. അമ്മച്ചി സാക്ഷ്യം പറയും. അപ്പച്ചന് പ്രസംഗിക്കാൻ അറിയത്തില്ല. ദിവസങ്ങൾ മുന്നോട്ട് പോയി. കയ്യിലുള്ളതെല്ലാം തീർന്നു. പരിചയക്കാരുമില്ല. പട്ടിണി കൊണ്ട് വയറ് കരിയാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇട്ടുവെച്ച അരിക്കകത്തെ പാട്ട കാലിയായി. അപ്പച്ചൻ അമ്മച്ചോട് ചോദിച്ചു, ദൈവ ശബ്ദം കേട്ട് വണ്ടിപ്പെരിയാർ ദൈവവേലക്ക് വന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പട്ടിണിയായി. അമ്മച്ചി പറഞ്ഞു, ദൈവം കൈവിടുകയില്ല, ദൈവം ഉപേക്ഷിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. കേൾക്കണം കേട്ടോ. 1 കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, പട്ടിണിയായി, ഒന്നുമില്ല. വണ്ടിപ്പെരിയാറ് ആറ്റിൽ നിന്നും മലമുകളിൽ നിന്ന് വെള്ളം പൊട്ടി വരുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ അതിനകത്തുനിന്ന് വെള്ളമെടുത്ത് ചുള്ളിക്കൊമ്പ് പെറുക്കി അമ്മച്ചി ആമൻ ചുള്ളിക്കൊമ്പ് കത്തിച്ച് വെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ദിവസങ്ങൾ മുന്നോട്ട് പോയി. 14 ദിവസങ്ങൾ ആഹാരമില്ല. ആമൻ ഒഴുകി വരുന്ന വെള്ളം മാത്രം ചൂടാക്കി 2 കുഞ്ഞുങ്ങൾക്കും കൊടുക്കും. 14ാമത്തെ ദിവസം 2 പേര് ഛർദ്ദിക്കാൻ തുടങ്ങി. മഞ്ഞവെള്ളം ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിച്ച് 2 കുഞ്ഞുങ്ങൾ കിടക്കയിലായി. അപ്പച്ചൻ കണ്ടു, വാവിട്ട് കരഞ്ഞു. അമ്മച്ചിയോട് പറഞ്ഞു, തമ്പുരാനെ സേവിക്കാൻ ഈ ഇടുക്കിയിൽ വന്നു. എന്റെ കുഞ്ഞുങ്ങൾ ആഹാരം കിട്ടാതെ മരിക്കുകയാണ്. അപ്പച്ചനെ നോക്കി പറഞ്ഞു, ഇല്ല കേട്ടോ, സൗഖ്യമാക്കിയ ദൈവം മരിച്ചിട്ടില്ല. പ്രാർത്ഥിച്ച ദൈവം വഴി തുറക്കും. ഇത് കേൾക്കണം. പ്രാർത്ഥിച്ച ദൈവം വഴി തുറക്കും. 2 കുഞ്ഞുങ്ങളും മഞ്ഞവെള്ളം ഛർദ്ദിച്ച് അവശനായി പായ കിടക്കുമ്പോൾ അപ്പച്ചനും അടുത്ത മുറിയിൽ കയറി ആ ഷീറ്റ് വലിച്ച അതിനകത്തിരുന്ന് കരയാൻ തുടങ്ങി. അമ്മച്ചി ഒരു തുണിയെടുത്ത് തലയിലിട്ട് രാത്രി മുഴുവൻ ദൈവത്തോട് പറഞ്ഞു, തമ്പുരാനെ ആമൻ കഴിഞ്ഞ നാള് മുമ്പ് അങ്ങയുടെ ശബ്ദം കേട്ട് ഈ വണ്ടിപ്പെരിയാർ വന്ന് അങ്ങയുടെ വേല ചെയ്യുന്നു. എന്റെ കുഞ്ഞുങ്ങൾ 14 ദിവസമായി പട്ടിണിയിലാണ്. അവരിന്ന് രാത്രി ഒരു പക്ഷെ മരിച്ചു പോകും. എന്നാലും അങ്ങയെ വിട്ട് ഞങ്ങൾ മാറത്തില്ല. കേൾക്കണം. പ്രാർത്ഥന ശക്തമായി. ഏകദേശം 11 മണി 12 മണിയായി. അവൻ പുറത്തെല്ലാം ഭയങ്കര ഇടിവെട്ടി മഴ പെയ്തുകൊണ്ടിരിക്കുക. ഈ മഴ പുറത്ത് ഇടിവെട്ടി പെയ്യുമ്പോൾ അമ്മച്ചി അകത്തിരുന്ന് വാവിട്ട് തമ്പുരാനോട് കരയാൻ തുടങ്ങി. ഏകദേശം 1 മണിയായപ്പോൾ തന്റെ വീടിന്റെ കഥയിൽ ആരോ മുട്ടുകയാ. അമ്മച്ചി എന്ന് വാതി തുറന്നപ്പോൾ വണ്ടിപ്പെരിയാട് ടൗണിൽ ഹോട്ടൽ നടത്തുന്ന ഒരു ചെല്ലപ്പൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടന്റെ കയ്യിൽ വലിയൊരു
കൊട്ടയിരിപ്പുണ്ട്. ആ കൊട്ടകത്ത് എന്താണെന്നറിയത്തില്ല. വാതി തുറന്ന് അമ്മയോട് ചോദിച്ചു, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മക്കൾ ആഹാരം കഴിച്ചോ? അമ്മച്ചി പറഞ്ഞു, അതേ കഴിച്ചു, അവർ കിടന്നുറങ്ങുന്നു. ഈ ഹൈന്ദവനായ മനുഷ്യൻ പറഞ്ഞു, സഹോദരി കള്ളത്തരം പറയല്ലേ, അവർ പട്ടിണിയല്ലേ? ഉടനെ അമ്മച്ചി ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ ഇവിടെ ഹോട്ടൽ നടത്തുന്ന ഒരു മനുഷ്യനാ. 9 മണിക്ക് കടയടക്കാൻ തുടങ്ങുമ്പോൾ ഞാനൊരു ദൈവശബ്ദം കേട്ടു, എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാണ്, ആഹാരം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുക. ഇതാ നിങ്ങൾക്ക് വേണ്ടി ചൂടാഹാരം ഉണ്ടാക്കി, ഇറച്ചിയുണ്ട്, പൊറോട്ടയുണ്ട്, ദോശ ഉണ്ട്, എഴുന്നേറ്റ് കൊടുക്കുക. ഇതുകൊണ്ട് വന്ന് തോഴ വെച്ചു. അമ്മ ചുവാവിട്ട് കറിയാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ തട്ടി ഉണർത്തി. എന്നിട്ട് പറഞ്ഞു, മക്കളെ കഴിക്ക്. അവർ രണ്ടുപേരും എഴുന്നേൽക്കുമ്പോ കാണുന്നത് ആമ കൊട്ടം നിറച്ച് ആഹാരം ഇരിക്കുന്നത്. നിങ്ങൾക്കറിയണോ, അന്ന് രാത്രി മുതൽ ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ അതവർ മറക്കാറില്ല. എപ്പോഴൊക്കെ വിശ്വാസത്യാഗം വരുമോ അപ്പോഴൊക്കെ പറയാറുണ്ട്, നടത്തിയ ദൈവത്തിന്റെ കരുതൽ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? ഈ രാത്രി എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി പറയുന്നു, മരിച്ചൊരു ദൈവത്തെ അല്ല സേവിക്കുന്നത്, മരിച്ച് മൺമറഞ്ഞു പോയ ഒരു ദൈവത്തെ അല്ല സേവിക്കുന്നത്, ജീവനുള്ള ഒരു ദൈവത്തെയാ സേവിക്കുന്നത്. ഇന്ന് രാത്രിയിലോ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വഴി തുറന്നിരിക്കും, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും. അഭിഷിക്തന്മാരെ, സമയത്തിന്റെ ചുരുക്കം കൊണ്ട് 1-2 കാര്യം പറയാം. വൈപ്പിൻ ഈ മീറ്റിംഗ് ലൈവിലൂടെ എന്റെ ചർച്ചിലുള്ളവരും കൊച്ചിയിലൊക്കെ ആളുകൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടായി സാക്ഷ്യം പറയുന്നേ. വൈപ്പിൽ ഒരു ഡോക്ടർ നരേന്ദ്രൻ ഉണ്ട്, ബാബു നരേന്ദ്രൻ. ഭ്രാന്ത് പിടിച്ച്, മാനസിക രോഗം പിടിച്ച്, സഹോദരിമാരുടുക്കുന്ന നൈറ്റി ഉടുത്ത് വഴിയിൽ കൂടി നടന്ന ഡോക്ടർ ബാബു നരേന്ദ്രൻ ഒരിക്കൽ ഈ നൈറ്റി ഉടുത്ത റോഡ് സൈഡിൽ കിടക്കും. ഹോട്ടലിൽ പോയി ആഹാരം ചോദിക്കും. MBBS കയ്യിലുള്ള മനുഷ്യൻ മാനസിക രോഗിയായി. ഒരിക്കൽ ഒരു കടയുടെ തിണ്ണയിൽ കിടക്കുന്ന സമയത്ത് 2 ദൈവദാസന്മാർ, പറയുന്നുണ്ട്, ക്ഷമിക്കണം, ഫേമസ് അല്ല, വാൾപോസ്റ്റ് പേരില്ല, അവരാരും ഫേമസ് അല്ല, അവരിട്ടിരിക്കുന്ന ചെരുപ്പ് പോലെ ബ്ലേഡിന് തുല്യം. അവരവിടെ നിന്ന് തോൾ സഞ്ചി തൂക്കിയിട്ട് മെഗാഫോൺ കൈ പിടിച്ചു വിളിച്ചു പറഞ്ഞു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കടക്കോലായിൽ കിടന്ന നരേന്ദ്രന്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ വിട്ടുപോയി. ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് പ്രസംഗിക്കുന്ന ഉപദേശിമാരുടെ അടുക്കലേക്ക് ഓടി വന്ന് അതിലൊരു ദൈവദാസൻ ഈ നൈറ്റ് ഉടുത്തിരിക്കുന്ന ബാബു നരേന്ദ്രന്റെ തല കൈവച്ച് നടുറോട്ടി പ്രാർത്ഥിച്ചു. തമ്പുരാൻ ഇറങ്ങി വന്ന് അന്ന് സൗഖ്യമാക്കി. ഒന്ന് ശ്രദ്ധിക്കണേ. വാൾപോസ്റ്റ് പേരുള്ളവനും വിലപിടിപ്പുള്ള കാറുള്ളവനും അവൻ വലിയ ഫേമസ് ആയ ദൈവദാസന്മാർ പറയുമ്പോൾ മാത്രമല്ല അത്ഭുതം നടക്കുന്നത്. വിശ്വസിക്കുന്നവന് വേണ്ടി ഇന്ന് രാത്രി ഒരു അത്ഭുതം നടക്കും. ആമേൻ. ഒരു ഹല്ലേലൂയ പറ. തെറ്റിദ്ധരിക്കല്ലേ. സുവിശേഷീകരണം അങ്ങ് ഹൈടെക് ആക്കി. ജോജി പാസേ അങ്ങ് ഹൈടെക് ആക്കി. വിലപിടിപ്പുള്ള കാറിന് വരുന്നവനും വലിയ സൂട്ടും കോട്ടും വിട്ടവനും ആമേൻ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് 2 ഇംഗ്ലീഷ് കൂട്ടി പറയുന്നവനും 2 എബ്രായും 2 ഗ്രീക്കും 2 അരാമിക്കും പറയുന്നവനും ഒക്കെ ഇന്ന് ലോകത്തിന് പിടിക്കൂ എന്നുള്ളൊരു ഗതികേടിലേക്ക് മാറി. സുവിശേഷീകരണം അല്ല. യേശുവിന്റെ നാമം ഇന്ന് രാത്രി ഉച്ചരിക്കാൻ നീ തയ്യാറായാൽ അതിന്റെ നടുവില് ഈ രാത്രിയും അത്ഭുതം നടക്കും. വിശ്വസിക്കാൻ മനസ്സുള്ളവർ കരമടിച്ച് ദൈവത്തെ ആസ്വദിച്ച് പോരാ. അവൻ ശക്തിയോടെ ഇരുകരങ്ങൾ കൂട്ടിയടിച്ച് ഒന്ന് ദൈവത്തെ ആരാധിച്ച്. ഹൈടെക് അല്ല വേണ്ടത്. ജീവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവകൃപയുള്ള ചിലത് ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ. അവരുടെ മേലെ ദൈവമഹത്വം ചലിക്കുന്നത്. കേൾക്കണേ. കടയുടെ കൊലയിച്ച് യോജി പാസ്റ്റർ അറിയാമോ?
കടയുടെ കോലായി വെച്ച് നൈറ്റി ഊരിച്ച് അടുത്ത കടന്ന് ലുങ്കി മേടിച്ചുടിച്ച് ഉടുപ്പിച്ച് ബാബു നരേന്ദ്രനെ വീട്ടിൽ കൊണ്ടുവന്നു. ഉപദേശിമാർ കുളിപ്പിച്ച് മിടുക്കനാക്കി. സർട്ടിഫിക്കറ്റ് വീട്ടിലുണ്ട്. പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പ്രാർത്ഥന ശക്തമായി. ആ കൂടാരത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആ മനുഷ്യനെ സൗഖ്യമാക്കി അഭിഷേകം ചെയ്തു. ശ്രദ്ധിക്ക്, 5-ാമത്തെ ദിവസം ആ ദൈവ മനുഷ്യൻ ഒരു ദൈവ ശബ്ദം കേട്ടു. മസനഗുടി, മസനഗുടി, മസനഗുടി. കണ്ടിട്ടില്ല, പോയിട്ടില്ല, കേട്ടിട്ടില്ല. ആ ദൈവ ശബ്ദം കേട്ട് ആ മനുഷ്യൻ കയ്യിൽ കിട്ടിയ കെട്ടുമെടുത്ത് മസനഗുഡിക്ക് യാത്രയായി. അവിടെ ചെന്ന് ആമേൻ അവിടുത്തെ ബസ്സെല്ലാം കൊണ്ടുവന്ന് നിർത്തുന്ന കൂടാരത്തിൽ കിടന്നുറങ്ങി. കുറച്ച് ദിവസം വനാന്തരത്തിൽ കിടന്നുറങ്ങി. പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം രാത്രി ഇറങ്ങി വന്ന് തമ്പുരാൻ ബാബു നരേന്ദ്രനോട് പറഞ്ഞു, ബാബു, ഈ പട്ടണത്തിൽ നീ ഒരു സ്കൂൾ ആരംഭിക്കും. ഈ പട്ടണത്തിൽ നീ ഒരു ഹോസ്പിറ്റൽ പണിയും. ഈ പട്ടണത്തിൽ അനേകായിരങ്ങളെ ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെക്കും. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ വീണ്ടും വനാന്തരത്തിൽ കയറി മുട്ടുമടക്കാൻ തുടങ്ങി. പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥന 2 മാസമായി, 3 മാസമായി, 4 മാസം കഴിഞ്ഞു. 6-ാമത്തെ മാസം ഇതാ മസനഗുഡി താമസിക്കുന്ന ബാബു നരേന്ദ്രനെ അന്വേഷിച്ച് ജർമ്മനിയിൽ നിന്നൊരു സായിപ്പ് വന്നിരിക്കുന്നു. ജർമ്മനിയിൽ നിന്നൊരു സായിപ്പ് അവിടെ വന്ന് മസനഗുഡിയിൽ ഇറങ്ങിയിട്ട് ചോദിച്ചു, ഡോക്ടർ ബാബു നരേന്ദ്രൻ അറിയാമോ? ആർക്കും അറിയത്തില്ല. ഞാൻ ചോദിച്ചു, ഒരു സുവിശേഷകനായ ബാബു നരേന്ദ്രൻ. അവര് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ആ കാറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാം, ഇടയ്ക്ക് വന്ന് ചായ കുടിക്കുന്ന കാണാം. തന്നെ തേടി ജർമ്മൻകാരൻ ചെന്നു. ബാബു നരേന്ദ്രൻ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ നിന്നെ തേടി വന്നതാ. എനിക്ക് താങ്കളെ അറിയത്തില്ലല്ലോ. അതാ, പക്ഷെ നിനക്ക് എന്നെ അറിയത്തില്ല. നിന്നെ എന്നെയും എന്റെ ദൈവത്തിനറിയാം. ഇത് കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇത് കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഡോക്ടർ ബാബു നരേന്ദ്രൻ ചോദിച്ച ചോദ്യമുണ്ട്, എന്തിനാ എന്നെ തേടി വന്നത്? കഴിഞ്ഞ മാസം എന്റെ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ദൈവം ഇറങ്ങി വന്നു നിന്റെ പേരെഴുതി കാണിച്ച് ഇവിടുത്തെ അഡ്രസ് തന്നിട്ട് എന്നോട് പറഞ്ഞ്, നീ അവനെ സഹായിക്കണം, ഒരു സ്കൂൾ പണിയണോ, ഒരു ഹോസ്പിറ്റൽ പണിയണോ, സാമ്പത്തികം കൊടുക്കണോ. ഞാൻ വന്നിരിക്കുന്നത് ആ ഹോസ്പിറ്റൽ പണിയാനാണ്, ആ സ്കൂൾ പണിയാനാണ്. നിങ്ങൾക്കറിയാമോ, ആദ്യമായിട്ട് എറണാകുളത്തുള്ള ഐലൻഡിൽ 100 കണക്കിന് കമ്പ്യൂട്ടറുകൾ കപ്പലിൽ വന്നിറങ്ങുന്നത് ആ ബാബു നരേന്ദ്രൻ ഡോക്ടർ വേണ്ടിയാണ്. നമ്മുടെ ദൈവം മരിച്ച ദൈവമല്ല, ഇന്നും ജീവിക്കുന്നവനാ. ഇവിടേക്ക് ആരൊക്കെയോ അഭിഷിക്തന്മാരോട് പറയുന്നു, നീ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ, ഈ രാത്രി വേളയിൽ പ്രാർത്ഥിക്കാൻ ശക്തിപ്പെട്ടാൽ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. Oh, praise God. Praise God. നല്ലൊരു ഹല്ലേലൂയ പറ. പ്രാർത്ഥിക്കുന്നേ. ഈ ചരിത്രം കേട്ട് കൈയടിച്ചു പോകാതെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. രാമൻ പറ. ഞാന് ഒന്നുകൂടി കേട്ട് പറയാ. ഈ നാളുകൾക്ക് ഒരു 10, 30, 35 വർഷം മുമ്പേ ഈ പ്രാർത്ഥിക്കുന്ന പെന്തക്കോസ്തുകാരെ നാട്ടുകാർക്ക് ഭയങ്കര പേടിയായിരുന്നു. ഹലോ, ഞങ്ങളുടെ ദേശത്ത് ഒരു പെന്തക്കോസ്തുകാരൻ അപ്പച്ചനുണ്ടായി. ഞങ്ങൾക്ക് ഭയങ്കര പേടിയാ. എന്താണെന്നറിയോ? ഒരിക്കലും ഈ അപ്പച്ചന്റെ വീട്ടിലൊരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ കുറെ പിള്ളേരും കുറച്ച് അച്ചായന്മാരും കൂടി ചെന്ന് അതിന്റെ ചുറ്റും ഡിസ്കോ ഡാൻസ് അടിച്ച് അതിന്റെ തുള്ളിച്ചാടി. അവന്മാർക്കെല്ലാം പിറ്റേ ദിവസം പഴു വന്നു. അത് നാട്ടിപ്പാട്ടായി. കയ്യിൽ പരു, കാലിൽ പരു, ഒന്ന് പക്ഷേ എന്റെ ഭാഷ പറഞ്ഞാൽ ഇരിക്കാൻ പോലും പറ്റാത്തടത്ത് പരു. അന്നോട്ട് അപ്പച്ചൻ നടന്നു വരുമ്പോ എല്ലാരും വഴിമാറി കൊടുക്കും. അപ്പച്ചൻ ചായ കുടിക്കാൻ വരുമ്പോ എല്ലാരും എഴുന്നേറ്റ് പോകും. അപ്പച്ചൻ റേഷൻ കട വന്നാൽ എല്ലാരും ഇറങ്ങി കൊടുക്കും.
ആമ റേഷൻ കട ഈ കാർഡ് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും. അപ്പൊ പുറത്തോ വെക്കുന്നേ. എന്നിട്ട് ഈ റേഷൻ കടക്കാരൻ ഈ കാർഡെല്ലാം മറിച്ചിട്ട് ഏറ്റവും അടി വന്നവനാ കൊടുക്കുന്നേ. പക്ഷെ അപ്പച്ചൻ റേഷൻ കടയിൽ ചെന്നാൽ ആദ്യം അരി, ആദ്യം പഞ്ചസാര. അയ്യോ, ഞങ്ങളുടെ ദേശത്ത് അപ്പച്ചനെ പേടിയായിരുന്നു. ആമേൻ. അപ്പച്ചൻ ഇങ്ങനെ നോക്കും, ചുമ്മാ നോക്കും. കാലെല്ലാം കണക്കന്റെ കാല് പോലെയാ, കാല് മുഴുവൻ തഴമ്പാ. അപ്പച്ചന്റെ കണ്ണുകൾ എപ്പോഴും ഉപ്പന്റെ കണ്ണു പോലെ ഇരിക്കും. ആമേൻ. ഉപ്പന്റെ കണ്ണു പോലെ ഇരിക്കും. ആരെങ്കിലും രോഗി എന്ന് കണ്ടാൽ അപ്പച്ചൻ പറയും, വാ മോനെ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പച്ചനെ പേടിയായിരുന്നു. പെന്തക്കോസ്തുകാരെ ഞങ്ങളുടെ നാട്ടുകാർക്ക് പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ പെന്തക്കോസ്തുകാര് പേടിയില്ല. ഇപ്പോൾ കൊരങ്ങിനെ പോലെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നെ പറ്റിയെന്നറിയാമോ? പ്രാർത്ഥന നിലച്ചുപോയി. ഇന്ന് രാത്രി വേളയിൽ പ്രാർത്ഥന കൂട്ടട്ടെ. ഉടബന രഗദല രഗൽ കടഗദല ഉടബല കടഗൽ കരഗത്തലാദല ഉടബൻ ഖലഗടഗൽ കരഗദല. ഹല്ലേലൂയ. കർത്താവിന് നല്ലൊരു ആമേൻ പറ. കരം അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യ്. എത്ര പേരുണ്ട് നേരത്തെ പ്രാർത്ഥിക്കാൻ? ദൈവ സാന്നിധ്യത്തോടെ പ്രാർത്ഥിക്കാൻ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാൻ, ദൈവ മഹത്വത്തോടെ പ്രാർത്ഥിക്കാൻ. ആമേ. സന്തോഷമാണോ? ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ പെന്തക്കോസ്തുകാരെ പേടിയായിരുന്നു. ഇപ്പോഴോ? ഏത് പൊട്ടനും ഇട്ട് കളിക്കുന്ന പെന്തക്കോസ്തുകാരല്ലേ? ഹലോ, ഏതവനും എഴുതുന്നവനും വായിക്കുന്നവനും വാർത്ത വായിക്കുന്നവനും യൂട്യൂബുകാരനും ഫേസ്ബുക്കുകാരനും എല്ലാം കയറി നിരങ്ങുന്നത് ഇപ്പൊ പെന്തക്കോസ്തുകാരന്റെ തലയിലല്ലേ? പക്ഷെ എന്താ പറ്റിയെന്നറിയാമോ? പെന്തക്കോസ്ത് കൂടി പ്രാർത്ഥന കുറഞ്ഞു. ഞാൻ ഇന്ന് രാത്രി ഇത് കഴിയുമ്പോൾ നേരെ കൊച്ചിക്ക് പോകും. പക്ഷെ ഒരു കാര്യം പറയാം, ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ തുടങ്ങി. ഞങ്ങൾക്കൊരു സ്റ്റേജും വേണ്ട, ഇനിയൊരു വേദിയും വേണ്ട. പക്ഷെ ഒരു കാര്യം തീരുമാനിച്ചു, പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. ആമേൻ. കൂടെ നമ്മുടെ വീടിന്റെ സമീപ കൂടി പോകുന്ന ആ മനുഷ്യൻ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ അറിയുന്നു. ദൈവപുരുഷന്മാരെഴുന്നേക്കട്ടെ, പ്രാർത്ഥിക്കുന്നവരെഴുന്നേക്കട്ടെ, അഭിഷേകമുള്ളവരെഴുന്നേക്കട്ടെ. ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കത്തക്ക രീതിയിൽ പ്രാർത്ഥനയുടെ അഭിഷേകം ഇന്ന് രാത്രി വർദ്ധിക്കട്ടെ. മുട്ടുമടക്കാൻ ഇന്ന് രാത്രി ദൈവജനം തയ്യാറാവട്ടെ. ഞാന് കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചു, ഇതൊന്നേ ഇങ്ങനെ മുട്ടുകുത്തി ഒരു 2 മണിക്കൂർ നിൽക്കാൻ ഇപ്പോഴത്തെ എത്ര പെന്തക്കോസ്തുകാരന് കഴിയും? ഞാനിങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, ഞാനിങ്ങനെയാ നിൽക്കുന്നത്. എത്ര നേരം വേണേലും നിൽക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, എനിക്കെതിരെ അവനാവശ്യമായി ഒരു വാക്ക് ചലിപ്പിച്ചാൽ ഞാൻ പകരം പറയത്തില്ല. ചാണ്ടിങ്ങനെ നിൽക്കും. ഇത് എത്ര മണിക്കൂർ വേണേ നിൽക്കും. പറ്റുമോ? നിനക്ക് പറ്റുമോ? ഇന്ന് രാത്രി ചരിത്രം മാറും. നിങ്ങൾ ഇത്രയും മണിക്കൂർ ഇരുന്ന് ഞാൻ മുട്ടാൻ നിന്ന് പ്രസംഗിക്കാം. മുഴങ്കാലം നിൽക്കുന്നവരെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിയായി കഴിയത്തില്ല. മുഴങ്കാലം ഇരിക്കുന്നവനെ നിന്നിൽ ഒരു ദുരാത്മാവ് അവൻ ശക്തിപ്പെടത്തില്ല. ആത്മാവിൽ ഇന്ന് രാത്രി പ്രതികരിക്കുന്ന ദൈവജനം ആത്മാവിൽ നിന്ന് പ്രതികരിച്ചാൽ സമയം നോക്കാതെ മുട്ടുമടക്കണോ, സന്ദർഭം നോക്കാതെ മുട്ടുമടക്കണോ, എവിടെയും മുട്ടുമടക്കാൻ നീ തയ്യാറാകണോ. ഈ രാത്രി വേളയിൽ മുട്ടുമടക്കുന്ന ചിലർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. പ്രിയർത്താവിന്റെ ദാസ്, നമ്മള് സൗദി അല്ലേ, ബഹ്റി വെച്ചാ അല്ലേ, സൗദി വെച്ചാ ഞങ്ങൾ പരിചയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം,
ഒരു വെള്ളിയാഴ്ച ഒരു മീറ്റിങ്ങിന് വേണ്ടി പോകാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പോയ വാഹനം ഡ്രൈവർ നിർത്തിയിട്ടു. ഞാൻ ചോദിച്ചാൽ എന്നാ വണ്ടി പോകാത്തെ? അതെ, നിസ്കരിച്ചുകൊണ്ടിരിക്കുക ആളുകൾ എല്ലാവരുടെയും കയ്യിലെ വെള്ളിയാഴ്ച അല്ലേ ഇതുപോലെ ഒരു ടർക്കി ഉണ്ടാകും, അത് കക്ഷത്ത് വെച്ച എല്ലാവരും വെള്ളിയാഴ്ച നടക്കുന്നേ. വാങ്കി വിളിക്കുമ്പോ അത് വിരിക്കും, എന്നിട്ട് അവിടെ മുട്ടുകുത്തും, അവിടെ താഴെ വീഴും. ഒരു നാണവും ഇല്ല. ഒരു സ്വതന്ത്രം പറ. ഒരു നാണവും ഇല്ല. അവർക്കാരെയും പേടിയില്ല, അവർക്കാരെയും അപമാനമില്ല. ഇതിനകത്ത് വന്നിരുന്ന് നിനക്ക് കൈയടിക്കാൻ പോലും നാണക്കേടല്ലേ? ഒരു അല്ലലിയ പറയാൻ പോലും നാണക്കേടല്ലേ? ഒരു നീട്ടി ഒരു അല്ലലിയ പറയാൻ, ഒരു ഉറക്കി ഒരു അല്ലലിയ പറയാൻ, ഒന്ന് നീട്ടി വന്ന് കൈയടിക്കാൻ നിനക്ക് മടിയല്ലേ? ഇതാ നോക്ക്, അവർക്ക് പ്രാർത്ഥിക്കാൻ മടിയില്ല, മുട്ടുമടക്കാൻ മടിയില്ല, അവര് പ്രാർത്ഥിക്കാൻ മടിയില്ല. അവരുടെ ആരാധനയുടെ ശബ്ദം ഉയർന്നു കേട്ടാൽ ഏത് പെരുവഴിയിലും ഒരു മുട്ടുകുത്തും. എന്റെ പൊന്നു ദേവദാസനെ, സ്തോത്രം. ഞാനേ ഒരു അല്ലലി എന്ന് പറഞ്ഞു, എനിക്ക് അല്പമായിട്ട് ഷുഗറുണ്ട്. ഈ തൊണ്ടയുടെ സർജറി കഴിഞ്ഞപ്പോൾ ഈ കുറേ ആൻറ്റിബയോട്ടിക് ഒക്കെ കൂടി കഴിച്ചപ്പോൾ എനിക്ക് ഇത്തിരി അല്പം ഷുഗർ വന്നു. അങ്ങനെ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റൽ നല്ലൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറുടെ മാർത്തോമക്കാരനാണ്. പിന്നെ എന്നോട് പറഞ്ഞു, പാസ്റ്റേ പറ്റുമെങ്കിലേ മുഴങ്കാലയിരുന്ന് പ്രാർത്ഥിക്കണേ. പക്ഷെ എന്നാ വെച്ചി മുഴങ്കാലയിരുന്ന് പ്രാർത്ഥിച്ചാൽ പാൻക്രിയാസൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുമെന്ന്. അയ്യോ, മനസ്സിലായില്ലല്ലേ? എന്നോട് പറഞ്ഞു, മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ കിഡ്നിയുടെ ഫംഗ്ഷൻ, പാൻക്രിയാസിന്റെ ഫംഗ്ഷനൊക്കെ ഓക്കെ ആവുന്നു. ഞാൻ എത്ര നേരം നിൽക്കണം? എത്ര നേരം നിൽക്കുന്നു അത്രയും നല്ലതാണ്. പറഞ്ഞു ഇന്ന് ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് നമ്മൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകും. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ നമ്മുടെ പ്രാർത്ഥന മാറി അല്ലേ? ഇവിടെ പ്രാർത്ഥന മാറി. ഒരു പ്രാർത്ഥിക്കാൻ വരുമ്പോ തന്നെ ആദ്യം കംഫർട്ട് സോണാ നോക്കുന്നത്. എവിടെ ചാരാൻ പറ്റും, എവിടെ കൈ നീട്ടാൻ പറ്റും, എവിടെ ഒന്ന് ആമേൻ ഇരിക്കാൻ പറ്റും, അത് നോക്കിയാ കയറി വരുന്നേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ, സ്തോത്രം, ട്രാൻസ്പോർട്ട് ബസ്സിനാ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം വന്നത്. അവിടെ വൈറ്റിലേന്ന് കയറി എൻ്റെ അടുത്തൊരു മനുഷ്യൻ ഇരിപ്പുണ്ട്, നല്ല യോഗ്യനായ മനുഷ്യൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഉറങ്ങി എൻ്റെ മേത്തോട്ട് കയറി. ഞാൻ ഭയങ്കര അസ്വസ്ഥമായി. പതുക്കെ ഒരു വിരൽ കൊണ്ട് ഞാൻ ഈ തല ഒന്നിങ്ങനെ എഴുന്നേപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എഴുന്നേറ്റിട്ട് സോറി എന്ന് പറഞ്ഞു. അപ്പം ഞാനോർത്ത് ഇനി ആവർത്തിക്കത്തില്ലെന്ന്. ആദ്യം തലയേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഉടല് മൊത്തം നെഞ്ചത്തായി. കുറച്ച് കഴിഞ്ഞപ്പോൾ കായംകുളത്തെത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി. ഞാൻ ചോദിച്ചു, എവിടം വരെ ഉണ്ട്? ട്രിവാൻഡ്രം വരെ ഉണ്ട്. എൻ്റെ പൊന്നപ്പച്ച, ഇത് അവിടം വരെ സഹിക്കണമല്ലോ. പുള്ളി അങ്ങ് തല്ലുറക്ക, കൂർക്കം വലിച്ചുറക്കുക. അവസാനം എൻ്റെ ഈ നെഞ്ചത്താ കിടക്കുന്നത്. യോഹന്നാൻ മാറി ചാരി ഇതുപോലെ പുള്ളി ചാരി കിടക്കുക. എന്നാ കൂർക്കം വലിയ. പുള്ളി സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. എല്ലാം കഴിഞ്ഞു. എനിക്കാണ് ഉറക്കം നടന്നില്ല. ഇവിടെ വന്ന് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ പുള്ളി പതുക്കെ എഴുന്നേറ്റിട്ട് നിങ്ങളത് ചെയ്യാൻ ഓർക്കണം കേട്ടോ. എഴുന്നേറ്റിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർ അല്ലേ? ഞാൻ പിന്നെ അതെങ്ങനെ മനസ്സിലായി? കുത്താതിരുന്നപ്പോൾ മനസ്സിലായെന്ന്. സാധാരണ ഞാൻ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ആളുകൾ ഒന്നെങ്കിൽ പേന വെച്ച് കുത്തും, അല്ലെങ്കിൽ തലയെടുത്തിട്ട് മാറിക്കളയും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം എൻ്റെ നടു പൊളുക്കിയിട്ടുണ്ട്, തല പൊളുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ! ഞാൻ ആ ഭാഗം വിടുന്നു. ഒന്ന്, പ്രാർത്ഥിക്കാൻ നമുക്ക് എന്തുണ്ടാകണം? ഒരു പതിവുണ്ടാകണം. പറ, എല്ലാവരും പറ, പ്രാർത്ഥിക്കാൻ. എല്ലാവരും പറ, ചുമ്മാ പറയല്ലേ, കൈ കൊടുത്തു പറ, പ്രാർത്ഥിക്കാൻ എന്തുണ്ടാകണം?
പതിവുണ്ടാകണം. ഏറ്റവും നല്ല പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം ആമേൻ ഏകദേശം 3 മണിക്കും 4 മണിക്കും ഇടക്കാം. വെളുപ്പിന് എത്ര മണി? 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? കൈ പൊക്കുന്നവരെ ഞാൻ പ്രസംഗിക്കും. നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ പേര് വിളിച്ച് ഞാൻ ദൂത് പറഞ്ഞിട്ട് പോകുമെന്ന്? ഞാൻ പ്രവാചകനാ, ഞാൻ നിങ്ങളുടെ ദൂത് പറയാൻ വന്നതില്ല. ഇനി അങ്ങനെയുള്ള പരിപാടിയൊക്കെ നിർത്തി ഈ നിങ്ങളെ അമേരിക്ക കൊണ്ടുപോകൽ ലണ്ടൻ എന്ത് കാര്യത്തിന്? അതൊന്നും കൊണ്ട് ദൈവസഭയ്ക്ക് ഒരു ഗുണവുമില്ല. പ്രാർത്ഥിച്ച ദൈവസഭ ഉണരും. ഹല്ലേലൂയ! പ്രാർത്ഥിക്കുന്നവന്റെ ചരിത്രമാ ദൈവം മാറ്റുന്നത്. പ്രാർത്ഥിക്കുന്ന ദൈവസഭയാ വളരുന്നത്. പ്രാർത്ഥിക്കുന്നവന്റെ നിലവാരമാ ദൈവം മാറ്റുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധ പറയുന്ന പ്രാർത്ഥിക്കണം. ആമേൻ. എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അവരെ ഒരുമിച്ച് കൂട്ടി. അവര് 4-ാം അധ്യായം 3-ാമത്തെ വാക്യം വേഗം വായിച്ചു, വേഗം അവസാനിപ്പിക്കാം. 4:3 അവരെ പിടിച്ചു വൈകുന്നേരം ആകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം. 18-ാമത്തെ വാക്യം. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്. അവരെ വിളിച്ചിട്ട് രണ്ടാമത് പറയാണ് യേശുവിന്റെ നാമത്തിൽ അശേഷം എന്ത് ചെയ്യരുത്? സൗഖ്യം നടന്നത് യേശുവിന്റെ നാമത്തിലാന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കും. വിശ്വസിക്കുന്നവർ ഉറക്കെ ആമേൻ പറ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകും. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും. സകല മുഴങ്കാലുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മടങ്ങും. കരമടിച്ചു ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ! സകല മുഴങ്കാലും അടങ്ങുന്നത് യേശുവിന്റെ നാമത്തിലാണ്. എത്രപേർക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയോ? യേശുവിന്റെ നാമത്തിൽ ചില ഭൂതങ്ങൾ ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്ധകാര വ്യാപാരങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി പൊട്ടിമാറട്ടെ. ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ! ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. ഇനി നിങ്ങൾ അത് പറഞ്ഞു. 4:21. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനം നിമിത്തം വഴിയൊന്നും കാണായിക കൊണ്ട് അവർ പിന്നെയും അവരെ തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു. അടിച്ചു, തർജ്ജനം ചെയ്തു. യേശുവിന്റെ നാമത്തിൽ മിണ്ടരുത് എന്ന് കൽപ്പിച്ചു. ഇത്രയും പ്രശ്നമെല്ലാം ചെയ്തു. ഇനിയുള്ളൊരു 10 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ പ്രാർത്ഥിക്കാം. ഇത്രയും പ്രശ്നം അവർക്കെതിരെ ചെയ്തിട്ട് അവരെ വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. 24-ാം വാക്യം. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് വിട്ടയച്ച ശേഷം അവർ പെറ്റീഷൻ കൊടുക്കാൻ പോയില്ല, പോലീസ് സ്റ്റേഷനിൽ പോയില്ല, കോടതി പോയില്ല, വാർത്താ ചാനലിൽ പോയില്ല. സ്വതന്ത്രം പറ. ഇനി നല്ല സ്വതന്ത്രം പറഞ്ഞാൽ ബാക്കി പറഞ്ഞ അവസാനിപ്പിക്കാം. വിട്ടയച്ച ശേഷം അവർ MLA എടുത്ത് പോയില്ല, MP എടുത്ത് പോയില്ല. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ കൂടെ വന്ന ജോർജ് അങ്കിളോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് പ്രസംഗം പഠിക്കണമെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കുക, പ്രതിപക്ഷ നേതാവ് സതീശൻ സാറിൻ്റെ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് പ്രസംഗം പഠിക്കാം. പുള്ളി ഇപ്പം മുഴുവൻ ബൈബിളാ പ്രസംഗിക്കുന്നത്. അയ്യോ, കഴിഞ്ഞ ദിവസം ഞാൻ പോലും ഞെട്ടിപ്പോയി. സത്യമായിട്ട് യേശുവിൻ്റെ 7 അവകാശവാദം എനിക്ക് കാണാതെ അറിയത്തില്ല. പുള്ളി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പ്രസംഗിക്കാൻ വന്നിട്ട് യേശു ക്രിസ്തുവിൻ്റെ 7 അവകാശവാദം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്ത് നല്ലൊരു പ്രസംഗം! ഇനി അത് മാത്രമോ, ആമേൻ, യോങ്കിച്ചോയുടെ അസിസ്റ്റന്റ് പാസ്റ്റർ പ്രസംഗിച്ചിട്ട് ആത്മാവിലാകാത്തവരെല്ലാം സതീശൻ പ്രസംഗിച്ച് ആത്മാവിലായി. എന്നെ അഭിഷേകമായിരുന്നു.
യേശുവിന്റെ അവകാശവാദം. യേശു പറഞ്ഞു ഞാൻ ജീവന്റെ അപ്പം. അപ്പൊ എല്ലാരും കൂടി ഹല്ലേലൂയ. പാവ യോങ്കിച്ചോയുടെ പാർസൽ ഈ വന്ന് ചങ്കുപൊട്ടി പ്രസംഗിച്ചിട്ട് ഒരുത്തനും ഹല്ലേലൂയ പറയാത്തടത്ത് ഇവരെല്ലാം കുമ്മനാട് വന്ന് പ്രസംഗിച്ചു. അവിടെ കുമ്മനാട് വന്ന് പ്രസംഗിച്ചിട്ട് പന്തല് മൊത്തം ഇളകിയെന്നറിഞ്ഞേ. ഞാൻ ഇനി ഒരു ഫോട്ടോ വെച്ച് ഒരു കൺവെൻഷൻ വെക്കാൻ പോയാ നിങ്ങളുടെ ഭാഷ വിളിക്കുന്നില്ല, ഞാൻ പുള്ളിയെ വിളിക്കത്തു. കാരണം നമ്മുടെ ഭാഷന്മാരെല്ലാം വന്നിട്ട് കഥയും പറഞ്ഞ് നാട്ടുവിശേഷം വീട്ടുവിശേഷം പറഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ VD സതീശൻ സാറ് പക്കാ വചനം പ്രസംഗിക്കുക. ഒരു ഹല്ലേലൂയ പറ. പറയുന്ന കാര്യം പറയണ്ട. വിട്ടയച്ച ശേഷം അവർ നേരെ പോയത് പരാതി കൊടുക്കാനല്ല. അവർ വിട്ടയച്ച ശേഷം ചെയ്തത് അവരൊരു ഡിസിഷൻ എടുത്തു. അവരെന്ത് ചെയ്തു? അവർ ഒരുമനപ്പെട്ട് അവരൊരു ഡിസിഷൻ എടുത്തു. എന്ത്? പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അടുത്തിരിക്കുന്ന ആളോട് പറ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും പ്രാർത്ഥിക്കാൻ ഡിസിഷൻ എടുക്കണം. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ. പ്രാർത്ഥിക്കാൻ ഡിസിഷൻ. 2 കുറിച്ചു വെച്ചോ, സമയമില്ലാത്തതുകൊണ്ട് പോയിന്റ് ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്പർ 1 പ്രാർത്ഥിക്കാൻ ഡിസിഷൻ എടുത്തു. 2 4:24 അവർ ഒരുമനപ്പെട്ടു. എന്ത് ചെയ്തു? സഭയിൽ വിടുതൽ നടക്കണോ? ഒരുമനപ്പെടണം. ദേശത്തെ കെട്ടുപൊട്ടണോ? ഒരുമനപ്പെടണം. ഈ പട്ടണം പിടിക്കപ്പെടണോ? ഒരു മനസ്സുണ്ടാകണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനക്ക് പോലും ഒരു മനസ്സില്ല. 5 സിയോൻ ഗീതാമലിയുണ്ട്, 4 അംഗങ്ങളുമുണ്ട്. എൻ്റെ പൊന്നു കർത്താവ്, എന്നെ ഇടപാടാന്നറിയോ? അച്ചായൻ ഗീതം എടുത്തു വെക്കും, അമ്മാമ്മ തുണയനിക്കേശം എടുത്തു വെക്കും, മൂത്തവൻ പവർ എടുത്തു വെക്കും, മറ്റത് മോളാണെങ്കിൽ തമിഴ് പാട്ട് എടുത്തു വെക്കും. 4 പേരും കൂടി 4 ദിശയിലിരുന്ന പാട്ട് സ്വർഗത്തിലെ ദൈവം കേൾക്കുമോ ഇല്ലയോ എനിക്കറിയത്തില്ല. ഒരു മനസ്സുള്ളിടത്തെ ദൈവമഹത്വം ചലിക്കും. ഒരു ആമേൻ. 1 അവർ ഡിസിഷൻ എടുത്തു. പറ. ഇല്ല, പ്രാർത്ഥിക്കാൻ. എല്ലാരും പറഞ്ഞേ, പ്രാർത്ഥിക്കാൻ. 2 പറ, ഒരുമനപ്പെട്ടു. അടുത്തിരിക്കുന്ന മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞ ഒരുമനപ്പെട്ടാലേ കാര്യം നടക്കും. ഒരുമനപ്പെട്ടാലേ കാര്യം നടക്കും. ഒരു ഹല്ലേലൂയ പറ. അച്ഛനും അമ്മാമ്മയും വീട്ടുകാരും എല്ലാം കൂടി ഒരുമനപ്പെടണം. സ്തോത്രം. ആമേൻ. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു വിഷയം ഞങ്ങൾക്കെതിരെ ഉണ്ടായാൽ, ഞങ്ങൾക്കൊരു ആവശ്യം വന്നാൽ, എൻ്റെ മൂൻ്റെ പേര് ലെസ്റ്റർ, രണ്ടാമത്തെ മോൻ്റെ പേര് ലെസ്ലി, വൈഫിൻ്റെ പേര് സിന്ധു. ഞങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ കൈകോർക്കും, മുട്ടുമടക്കും. എന്നിട്ട് ഞാൻ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കും. ഞാൻ പറയും, ചൊല്ല നിങ്ങൾ, യേശുവേ നന്ദി, യേശുവേ നന്ദി, കർത്താവേ അങ്ങ് തന്ന ആഹാരത്തിന് നന്ദി, അങ്ങ് തന്ന വസ്ത്രത്തിന് നന്ദി, അങ്ങ് തന്ന പാർപ്പിടത്തിന് നന്ദി, അങ്ങ് തന്ന വാഹനത്തിന് നന്ദി, തമ്പുരാനെ അങ്ങ് ഞങ്ങൾക്ക് തന്ന കുഞ്ഞുങ്ങൾക്ക് നന്ദി, അങ്ങ് തന്ന മമ്മിക്ക് നന്ദി, അങ്ങ് ഞങ്ങൾക്ക് തന്ന പപ്പയ്ക്ക് നന്ദി. ഇത് ഞാൻ ചൊല്ലിക്കൊടുത്തതിന് ശേഷം അവരെ 3 പേരെ കൊണ്ടും ചൊല്ലിപ്പിക്കും. എല്ലാ ദിവസവും ചെയ്യും. ഒരു ഹല്ലേലൂയ പറ. വണ്ടിക്കകത്തോട്ട് കയറുമ്പോൾ, വാഹനത്തിനകത്ത് കയറുമ്പോൾ ഞാൻ ആദ്യം പറയും, മക്കളെ പ്രാർത്ഥിക്കുക. ഇളയവൻ ആദ്യം പ്രാർത്ഥിക്കും, രണ്ടാമത്തവൻ പ്രാർത്ഥിക്കും, മമ്മി പ്രാർത്ഥിക്കും, ഒടുവിൽ ഞാൻ പ്രാർത്ഥിക്കും. അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നു. കണ്ണ് കടിച്ചിട്ട് ഒരു കാര്യമില്ല. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഒരു ഹല്ലേലൂയ പറ. 1 ഡിസിഷൻ എടുത്തു പ്രാർത്ഥിക്കാൻ. 2 അവരെന്ത് ചെയ്തു? ഒരുമനപ്പെട്ടു. 4 അടുത്തത് ഒരുമനപ്പെട്ട് ദൈവത്തോട് എന്ത് ചെയ്തു? നിലവിളിച്ചു. ആമേൻ പറ. 3 അവർ നിലവിളിക്കാൻ തയ്യാറായി. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ. ദൈവസനെ നിലവിളിക്കുന്നവനൊരു വിടുതലുണ്ട് കേട്ടോ. നിലവിളിക്കുന്നവനൊരു വിടുതലുണ്ട്. എൻ്റെ അമ്മച്ചി ആമേൻ മഠത്തിൽ നിന്നാ പഠിച്ച, കത്തോലിക്ക മഠത്തിൽ നിന്നാ എൻ്റെ അമ്മ പഠിച്ചത്. ഞാൻ ഇന്ന് രാവിലെയല്ലേ ഞങ്ങൾ പറഞ്ഞേ. എൻ്റെ അമ്മ പഠിച്ച ആ മഠത്തിൽ ഒരു മദറമ്മയുണ്ടായിരുന്നു. ഒരു മദറമ്മ, പ്രായമുള്ളൊരു അമ്മച്ചിയാണ് മദറമ്മ. അപ്പോൾ അമ്മച്ചി പ്രാർത്ഥിക്കാൻ വേണ്ടി നേരെ
മാതാവിന് മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുമുടക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയെയും മദർമ്മ വിളിക്കും, മേരി ഇങ്ങ് വന്നേ. അതിന് മുമ്പിൽ മുട്ടുമടക്കണ്ട, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുക. ഇതിന് കണ്ണുണ്ട് കാണത്തില്ല, ചെവിയുണ്ട് കേൾക്കത്തില്ല, വായുണ്ട് സംസാരിക്കത്തില്ല, കൈയുണ്ട് തൊടത്തില്ല, കാലുണ്ട് നടക്കത്തില്ല. ഇത് ചുമ്മാ വിഗ്രഹമാ മേരി, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ മദറമ്മ എൻ്റെ അമ്മച്ചീനെ മഠത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, മൂലക്ക് പായിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അന്ന് തൊട്ട് ഞാൻ എൻ്റെ അമ്മച്ചിയെ കാണുന്നത് എന്നാണെന്നറിയാമോ? രാത്രിയൊക്കെ കത്തോലിക്കലായിരിക്കുമ്പോഴും തലയിൽ ഒരു തുണി കിട്ടും, മൂലക്കിരുന്ന് വാവിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതാ. ഒരു ഹല്ലേലൂയ പറ. വാവിട്ട് കരയുന്ന ഞാൻ കണ്ടു, വാവിട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടു, അലമുറയിട്ട് പ്രാർത്ഥിക്കുന്ന കണ്ടു. ഇന്ന് രാത്രി ഒരു ദൂത് പറയട്ടെ, ദൈവസന്നി നിലവിളിച്ചവന്റെ തലമുറ ഒന്നും നാശമാകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവസന്നി നിലവിളിച്ചവന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരൊക്കെ ദൈവസന്നി നിലവിളിച്ചിട്ടുണ്ടോ അവനെയൊക്കെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി വേളയിൽ നിലവിളിക്കുന്നവനെ മാനിക്കുന്ന ഒരു ദൈവം. ഒന്നവർ ഡിസിഷൻ എടുത്തു പ്രാർത്ഥിക്കാൻ, 2 ഒരുമനപ്പെടാൻ, 3 ദൈവസന്നിധിയിൽ പറ വിളിച്ചു. അടുത്തത് 4:24 വേഗം വായിച്ചോ. കുറിച്ചു വെക്കുന്നവർ കുറിച്ചു വെക്കണം. 4:24 അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. ശ്രദ്ധിച്ചേ, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ചുമ്മാ പ്രാർത്ഥിച്ചില്ല, ദൈവത്തിന് മഹത്വം വർണ്ണിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ശ്രേഷ്ഠത അവർ ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സാധാ ദൈവമല്ല ഈ ദൈവം, അവൻ അത്ഭുതം ദൈവനാണ്, അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ പ്രാർത്ഥിക്കരുത്, ദൈവത്തിന് മഹത്വം വർണ്ണിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ പറ പറ പറ. ഒരു സാധാ ദൈവത്തെ സേവിക്കാനാണോ ഇറങ്ങേ? ആണോ? അല്ല. നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ശക്തനാണ്, ഞങ്ങളുടെ ദൈവം വലിയവനാണ്, ഞങ്ങളുടെ ദൈവം ഉന്നതനാണ്, അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം വർണ്ണിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ചർച്ചിൽ ഒരു അമ്മച്ചി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഈ കർത്താവല്ലാതെ എനിക്ക് വേറെ ആരുണ്ട്? ഒരു പിച്ചക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്ന പോലെ അമ്മച്ചി പറയുന്നത്. വഴി കൂടി പോകുന്ന ഒരു പിച്ചക്കാരനെ കയറി കെട്ടിപ്പിടിച്ചിട്ട് ഈ പിച്ചക്കാരനല്ലാതെ എനിക്ക് ആരുണ്ടെന്ന് പറയുന്ന പോലെ അമ്മച്ചിമാർ പറയുന്നേ, ഈ കർത്താവല്ലാതെ എനിക്ക് ആരുണ്ട്? ഈ കർത്താവല്ലാതെ പിന്നെ നിനക്ക് ആര് വേണം? ആരുണ്ടായിട്ട് എന്നാ കാര്യം നടക്കാനാ? തമ്പുരാനുണ്ടോ? വേറെ ആരുമില്ലെങ്കിലും നിനക്ക് ജയമാ ദൈവ പൈതലേ. കരം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഈ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം വർണ്ണിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ മഹത്വം. ആന്റി ഒരുത്തനെ പിന്മാറ്റത്തിൽ പോയി കപ്പലിന്റെ അടിത്തട്ടി പോയി കിടക്കുകയാണേ. കപ്പലിന്റെ അടിത്തട്ടി പോയി കിടക്കുക, പിന്മാറ്റത്തിലാ കിടപ്പ്. കാറ്റടിച്ചു, കടലിളകി, കപ്പലാടാൻ തുടങ്ങി. എല്ലാവരും കപ്പലിന്റെ തട്ടിൽ നിലവിളിയും കരച്ചിലും. ആരോ ചെന്ന് നോക്കിയപ്പോ ഒരുത്തൻ അടിത്തട്ടി കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നു. ആരാ? എന്നാ അവൻ ചെന്ന് കാട്ടി, ഹലോ ഹലോ. കണ്ണു തിരുമ്മി എഴുന്നേറ്റ് വന്നോടെ വെച്ച്, നീ ആരാ? ഏത് ജാതിക്കാരനാ? പുള്ളി കണ്ണും തുറന്നിട്ട് പറയാ, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കുന്നു. സംഗതി പിന്മാറ്റത്തിലാണെങ്കിലും കണ്ണ് തിരുമിയ വന്നതെങ്കിലും പറഞ്ഞത് മുഴുവൻ ദൈവത്തിന്റെ മഹത്വമാണ്. സ്തോത്രം പറയാൻ പറ്റുമോ? പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ പ്രാർത്ഥിക്കരുത്. ദൈവം ആരെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണോ? ദൈവത്തിന് മഹത്വം പറഞ്ഞ് പ്രാർത്ഥിക്കണോ? ദൈവത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. ദൈവത്തിന് മഹത്വം വർണ്ണിച്ചു വേണം പ്രാർത്ഥിക്കാൻ. അവൻ 4:25 ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? അവൻ വിട്ടയച്ച ശേഷം 5 അവൻ ചുമ്മാ പ്രാർത്ഥിച്ചില്ല, വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി എത്ര പേരുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ? നിങ്ങളെ ഒരു പ്രതിസന്ധിക്കകത്താണോ? ആ പ്രതിസന്ധിയുടെ നടുവിൽ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കണോ? നിങ്ങൾ രോഗികളാണോ? നിങ്ങൾ വിളിച്ചു പറ, മാറിയ മധുരമാക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. വചനം അഴച്ച് സൗഖ്യമാക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി എൻ്റെ കൂടെയുണ്ട്. അവന്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കരമടിച്ച് ഇന്ന് രാത്രി വിളിച്ചു പറ. ചുമ്മാ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക.
സകലത്തിന് ബന്ധനമുണ്ട്, സകലത്തിന് ബന്ധനമുണ്ട്. എന്നാൽ ബന്ധനമില്ലാത്തത് ദൈവത്തിന്റെ വചനത്തിനാണ്. അടുത്ത വാക്യം 6-ാമത്തെ കാര്യം 4-ാമധ്യായം 27-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുകയാണ്, അവൻ നീ അഭിഷേകം ചെയ്ത യേശുവെന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. 6-ാമത്തെ കാര്യം ഞാൻ വാക്ക് വേഗത്തിൽ ചുരുക്കി പറയുക. അവിടെ സങ്കടം മുഴുവൻ അവർ ദൈവത്തോട് പറയാൻ തുടങ്ങി. വിട്ടയച്ച ശേഷം ആ മെസ്സേജ് മറക്കല്ലേ. വിട്ടയച്ച ശേഷം പരാതിക്ക് പോയില്ല. വിട്ടയച്ച ശേഷം മെമ്മോറാണ്ടം കൊടുക്കാൻ പോയില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഒരുമനപ്പെടാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. അവൻ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയാൻ തുടങ്ങി. ഇവിടെ വായിക്കുന്നു, അവരുടെ സങ്കടം മുഴുവൻ അവർ ദൈവത്തോട് പറയാൻ തുടങ്ങി. അടുത്ത ചില 4 കാര്യം പറയുമ്പോൾ നിങ്ങൾ ഉറക്കി അല്ലലിയ പറയണോ. ശ്രദ്ധിച്ച് 4:29. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. അടുത്തത് 7-ാമത് അവൻ അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചു, ദൈവമേ അവിടെ ഭീഷണിയെ നോക്കണമേ. ഏത് ഭീഷണിയെയോ കൈകാര്യം ചെയ്യാൻ എന്റെ ദൈവത്തിനറിയാം. പോരാ 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 പോരാ. ഏത് ഭീഷണിയെയോ, അത് രാജാക്കന്മാരാകട്ടെ, അത് അധികാരിയാകട്ടെ, ഏത് ഭീഷണിയെയോ കൈകാര്യം ചെയ്യാൻ എന്റെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. എനിക്ക് ഇത് ഒത്തിരി സമയമെടുത്ത് പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം ഓരോന്നും വിവരിച്ച് പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്. അവർ 7-ാമത് അവർ പറഞ്ഞു, കർത്താവേ അവിടെ ഭീഷണിയെ നോക്കണമേ. ദൈവമക്കളെ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? എത്ര വലിയ ഭീഷണി വന്നാലും പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ അതിനെ എല്ലാം നിശ്ചലമാക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. അതിനെ മൗനമാക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഒരു ഭീഷണിയെയും കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. ഒരു ഹേരോദാവിൻ്റെ ശക്തിയെയോ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. ഒരു ഫറവോന്റെ ഭീഷണിയെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. 8:8 4:30 വാക്യം. 8-ാമത്തെ സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും. ആമേൻ. ദൈവമേ, വിട്ടയച്ച ശേഷം അവർ പറഞ്ഞു, കർത്താവേ നിന്റെ കൈ ഒന്ന് നീട്ടണമേ. നിങ്ങളെല്ലാം വലതുകരം ഒന്ന് ഉയർത്തി ഒന്ന് ദൈവത്തെ നോക്കി പറ, എന്റെ പ്രസന്നത്തിന്റെ മേൽ നിന്റെ കൈ ഒന്ന് നീട്ടണമേ. എന്റെ കുടുംബത്തിന്റെ മേൽ നിന്റെ കൈ ഒന്ന് നീട്ടണമേ. എന്റെ തലമുറയുടെ മേൽ നിന്റെ കൈ ഒന്ന് നീട്ടണമേ. ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ കുടുംബത്തിന്റെ മേൽ ഇന്ന് രാത്രി ഒരു കൈ നീട്ടപ്പെടാൻ പോകുക. ആർക്കും അവ തടുക്കാൻ കഴിയാത്ത, ആർക്കും ഒതുക്കി കളയാത്ത, ആർക്കും മടക്കി കളയാൻ കഴിയാത്ത ഒരു കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി എന്റെ ദൈവം നീട്ടാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ഈ കരം അടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ച്. ദൈവമേ നിന്റെ കൈ നീട്ടണമേ. 4:30 ശ്രദ്ധിച്ച് 4:30 9-ാമത്തെ കാര്യം. നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അവരോട് പ്രതികാരം ചെയ്യണമെന്നല്ല അവർ പ്രാർത്ഥിച്ചത്. അവരുടെ വീട്ടിനകത്ത് ആകാശ കോടാലി വരാനല്ല അവർ പ്രാർത്ഥിച്ചത്. ഹലോ, ഇപ്പൊ നമ്മളെല്ലാം ചെയ്യുന്ന എന്താണെന്നറിയോ? ആരെങ്കിലും എവിടെ നിങ്ങളൊരു പ്രശ്നം വന്നാലും ഒറ്റ മുട്ട മുടക്കാതെ തമ്പുരാനെ തൊടണേ, തമ്പുരാനെ അവന്റെ കുടുംബത്തെ തൊടണേ, അവന്റെ ഭാര്യയെ തൊടണേ, ക്യാൻസർ ആക്കണേ, ട്യൂമർ കൊണ്ടുവന്നേ. ചുമ്മാ മണ്ടത്തരമൊന്നും പറയല്ലേ. ഇതൊക്കെ ജാതികളുടെ പ്രാർത്ഥനയാ. അവർ വിട്ടയച്ച ശേഷം 9 അവർ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ പ്രതിസന്ധിയുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് എന്ത് തരണേ? പറ 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 പറ. കൃപ തരണമേ. ഞങ്ങൾക്ക് എന്ത് തരണേ? കൃപ നൽകണമേ. ആമേൻ. അടുത്തത് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ 4:31 ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ എന്ത് ചെയ്തു? ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ കൂടിയിരുന്ന സ്ഥലം. അപ്പൊ നമ്മുടെ സ്ഥലമൊന്നും കുലുങ്ങാത്ത കാര്യം എന്നാ? നമ്മൾ മറ്റവന് മിസൈൽ ഇറക്കിയ. നമ്മുടെ അയൽവക്കക്കാരൻ രാവിലെ വണ്ടിക്ക് വരുന്ന കണ്ടപ്പോ എവിടെ പോയിച്ചു? ഒന്ന് മെഡിക്കൽ കോളേജിൽ പോയിച്ചു. എന്തിനാ? ഒന്ന് ബയോപ്സി. ഗ്ലോറി 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 ടു ഗോഡ്. പിന്നെ അങ്ങ് രക്തത്തിലാ, പിന്നെ അങ്ങ് എന്താ ഗ്ലോറി അങ്ങ് കയറുകയാ, രക്തം തിളക്കി. എന്നൊരു സന്തോഷം. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മാവൊന്നുമല്ല, ശരിക്കും മറ്റവൻ്റെ ആത്മാവാ. മനസ്സിലായില്ലേ? ഒരു അല്ലെന്ന് പറഞ്ഞു.
എനിക്കെതിരെ എഴുതിയവനും എനിക്കെതിരെ യൂട്യൂബിൽ പറഞ്ഞവനും നാളെ വണ്ടി ആക്സിഡൻറ്റ് ചത്തുവന്ന് മലയാള മനോരമയിൽ ഫോട്ടോയായിട്ട് വന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. ഇതിനൊന്നുമല്ല അവർ പ്രാർത്ഥിച്ചത്. വിട്ടയച്ച ശേഷം അവർ പ്രാർത്ഥിച്ചത്, കർത്താവേ ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം.